അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം, നാഥനോടുള്ള നന്ദികേട് എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു ചെറിയ ചർച്ചയ്ക്കായി നാം ഓരോരുത്തരും ഇവിടെ ഒന്നുചേർന്നിരിക്കുമ്പോൾ നമുക്കറിയാം, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള പല മനുഷ്യരും പല രീതിയിൽ പലരോടും നന്ദി പ്രകടിപ്പിക്കുന്നതായി നമുക്കറിയാം. നമ്മുടെ എല്ലാം ചുറ്റുവട്ടങ്ങളിൽ താമസിക്കുന്ന നമ്മുടെ ഹൈന്ദവ സഹോദരീ സഹോദരന്മാർ അവരോടുള്ള ദേവീ ദേവന്മാരോടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി അവരുടേതായ വിശ്വാസങ്ങൾക്കനുസൃതമായി പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തുന്നതായി നമുക്കറിയാം. പല വീടുകളിലും സന്ധ്യാസമയങ്ങളിൽ സഹസ്രനാമ ജപങ്ങൾ നടത്തുന്നതായും അഖണ്ഡനാമ ജപങ്ങൾ നടത്തുന്നതായും രാമായണ പാരായണം നടത്തുന്നതായും ഭഗവത്ഗീത പാരായണം നടത്തുന്നതായുമെല്ലാം നമുക്കറിയാം. ഇന്ന് പല രീതിയിലുള്ള നന്ദി പ്രകടനങ്ങളാണ് നടക്കുന്നത്. എത്രത്തോളം എന്നാൽ, ദൈവത്തോടുള്ള നന്ദി സൂചകമായി ഏതെങ്കിലും ഒരു മഞ്ഞപ്പത്രത്തിന്റെ ഏതെങ്കിലും ഒരു വശത്ത് ഒരു സ്റ്റാമ്പ് സൈസ് കോളത്തിനുള്ളിൽ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന് തുടങ്ങുന്ന രീതിയിലുള്ള നന്ദി പ്രകടനങ്ങൾ കടന്ന് കോടികളും കോടാനുകോടികളും ചെലവഴിച്ചുള്ള നന്ദി പ്രകടനങ്ങളും നാം കണ്ടിട്ടുണ്ട്. മെക്സിക്കോയിൽ ഒരു സമ്പന്നനായ മനുഷ്യന്റെ വീട്ടിൽ വളർത്തിയിരുന്ന അയാളുടെ വളർത്തനായ ഒരു ദിവസം അയാളുടെ വീട്ടിൽ നിന്നും അപ്രത്യക്ഷനായി. വഴിയരികിൽ എവിടെയോ വാഹനത്തിന്റെ അടിയിൽപ്പെട്ട് മുറിവ് പറ്റിക്കിടന്ന ആ വളർത്തുനായെ എടുത്തുകൊണ്ടുപോയി ശുശ്രൂഷിച്ച് തിരികെ അതിന്റെ ഉടമസ്ഥന്റെ കയ്യിലേക്ക്, സമ്പന്നന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച റോഡിന്റെ സൈഡിൽ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന സമ്പന്നന്മാരായ ആളുകളുടെ വാഹന തിരക്കുകൾക്ക് നടുവിലും ചെരുപ്പ് കുത്തിക്കൊണ്ട് ജീവിച്ചിരുന്ന, ഓഫീസിലേക്ക് പോകുന്ന ടിപ്ടോപ്പായ മനുഷ്യരുടെ ഷൂ പോളിഷ് ചെയ്തുകൊണ്ടിരുന്ന ആ തെരുവോരത്തെ അനാഥത്വം പേറിക്കൊണ്ട് നടന്ന ഒരു ബാലൻ ആ വളർത്തുനായി ആ കോടീശന് തിരിച്ചേൽപ്പിച്ചതിന്റെ പേരിൽ ആ മനുഷ്യൻ അവനോട് നന്ദി പ്രകാശിപ്പിച്ചത് അയാളുടെ കോടി മുതൽ വരുന്നതായ ആ സമ്പാദ്യത്തിന്റെ മാലിൽ ഒരു ഭാഗം അവൻ എഴുതി വെച്ചുകൊണ്ടായിരുന്നു. ചൈനയിൽ ജുജാഖിയൻ വിശ്വാസികൾ എന്ന പേരുള്ള കുറച്ച് വിശ്വാസികളുണ്ട്. അവരുടെ ദൈവമായ ജുജാഖ, ആ ദൈവത്തിന്റെ ചരിത്രം പറയുന്നത്, ജുജാഖ എന്ന് പറയുന്നത് അത്യാഗ്രഹിയായ ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാതെ വന്നപ്പോൾ അയാൾ ആ നാട്ടിലുണ്ടായിരുന്ന രാജാവിന്റെ ഒരേ ഒരു സന്താനത്തെ തട്ടിക്കൊണ്ടുപോയിട്ട് രാജാവിന്റെ കയ്യിൽ നിന്നും കോടിക്കണക്കിന് രൂപ വാങ്ങാമെന്ന് കരുതിക്കൊണ്ടാണ് തട്ടിക്കൊണ്ടുപോയതെങ്കിൽ ആ മനുഷ്യന് അയാൾ ഉദ്ദേശിച്ച രീതിയിൽ കരുക്കൾ നീക്കാൻ പറ്റിയില്ല. ഒരുപാട് പരീക്ഷണങ്ങൾ മറികടക്കേണ്ടി വന്നു. അവസാനം ഇതേ ജുജാഖ ആ രാജാവിന്റെ മകനെ തിരിച്ച് രാജാവിന്റെ കൈകളിലേക്ക് തിരിച്ചേൽപ്പിക്കുമ്പോൾ ആ രാജാവ് ചോദിച്ചു, ജുജാഖ, എന്തിന്റെ പേരിലാണ് ഈ രാജ്യം ഭരിക്കുന്ന രാജാവായ എന്റെ ഒരേ ഒരു സീമന്തപുത്രനെ തട്ടിക്കൊണ്ടുപോകാൻ നിനക്ക് ധൈര്യം വന്നത്? ജുജാഖ രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് രാജാവിനോട് പറഞ്ഞു, ഞാൻ ഒരു നേരം ഭക്ഷണം കഴിക്കാതെ ബുദ്ധിമുട്ടിയവനാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തുന്നതിനാണ് ഈ ജുജാഖ താങ്കളുടെ ഒരേ ഒരു സന്താനത്തെ തട്ടിക്കൊണ്ടുപോയത്. ഇത് കേട്ട് രാജാവിന്റെ മനസ്സലിയുകയും ജുജാഖയ്ക്ക് ആവശ്യമായ ഭക്ഷണം മുഴുവനും അദ്ദേഹത്തിന് കൊടുക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ജുജാഖയ്ക്ക് രാജാവ് സദ്യ ഒരുക്കുമ്പോൾ അത്യാഗ്രഹിയായിരുന്ന ജുജാഖ ഒരുപാട് ഭക്ഷണം വാരിക്കഴിച്ച് അവസാനം അയാളുടെ ശിരസിലേക്ക് ഭക്ഷണം കടന്നുകൂടി അവിടെ കിടന്ന് പിടഞ്ഞയാൾ മരിച്ചുവെങ്കിൽ ഇന്ന് ചൈനയിൽ ജുജാഖ അത്യാഗ്രഹത്തിന്റെ ദൈവമാണ്. ആ ജുജാഖയെ പ്രീതിപ്പെടുത്താൻ ജുജാഖിയൻ വിശ്വാസികൾ ചെയ്യുന്ന നന്ദി പ്രകടനം എങ്ങനെയെന്ന് ചോദിച്ചാൽ, അടുത്ത സമയത്ത് വാർത്താ മാധ്യമങ്ങളിലൂടെ സംപ്രേക്ഷണം ചെയ്യപ്പെടുകയുണ്ടായി. എത്രത്തോളം എന്നാൽ, ജുജാഖയോട് നന്ദി പ്രകടിപ്പിക്കുന്നത്
വിവസ്ത്രകളായി നിന്നുകൊണ്ട് ജുജാക്കയുടെ ബിംബത്തിന്റെ മുന്നിൽ ഡാൻസ് കളിച്ചുകൊണ്ടാണ് നന്ദി പ്രകടിപ്പിക്കുന്നത്. എത്രത്തോളം വസ്ത്രത്തിന്റെ അളവ് കുറയുന്നു അത്രത്തോളം ജുജാക്ക ആ നൃത്തം ചവിട്ടുന്ന സ്ത്രീകളോടും പുരുഷന്മാരോടും പ്രീതിപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ അടയാളമായി മാറിക്കൊണ്ട് ഇന്നയും ചൈനയിൽ ജുജാക്കിയൻ വിശ്വാസികൾ കൂടിക്കൊണ്ടുവരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഈ രീതിയിൽ പല രീതിയിലുള്ള നന്ദി പ്രകടനങ്ങൾ കാണുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ഒരു നന്ദി പ്രകടനത്തെ കുറിച്ചല്ല നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. നമ്മുടെ എല്ലാം നാഥനായ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച, ഈ ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്ന, നാളെ ഒരു ദിവസം ഈ ലോകത്തെ മുഴുവൻ സംഹരിക്കാൻ കഴിവുള്ള ലോകത്തിന്റെ നായകൻ, ജഗന്നിയന്താവ്, സർവേശ്വരൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല, ആ അല്ലാഹുവിനോടുള്ള നന്ദിയെ പറ്റിയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നമുക്കറിയാം, എല്ലാവരും മനുഷ്യനും ഒരു മനുഷ്യൻ ഒരു ദിവസം ഉറക്കമുണർന്നത് മുതൽ പിറ്റേ ദിവസം രാവിലെ അവൾ ഉറക്കമുണരുന്നതുവരെയുള്ള സകലമായ സമയങ്ങളിലും അല്ലാഹുവിന്റെ ഭാഗങ്ങളിൽ നിന്നുള്ള മഹത്തായ അനുഗ്രഹങ്ങൾ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവസമയവും നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ അഖില നിമിഷങ്ങളും ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ഓരോ നിമിഷങ്ങളിലും നാം അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും എണ്ണിയാലുമില്ലാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നവരാണ്, അനുഭവിക്കുന്നവരാണ്. ലോകത്തൊരു മനുഷ്യനുമില്ല അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാത്തവർ. ലോകത്തൊരു മനുഷ്യനുമില്ല അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹങ്ങൾ അനുഭവിക്കാത്തവർ. എല്ലാവരും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നവരാണ്, അനുഭവിക്കുന്നവരാണ്. അല്ലാഹു തആല പറയുന്ന വിശുദ്ധ ഖുർആനിൽ, ഏ മനുഷ്യരെ, ഖലഖലകും മാ ഫിൽ അർദി ജമീഅ, മുസ്ലിമുകൾക്കല്ല, ഹൈന്ദവർക്കല്ല, ക്രൈസ്തവർക്കല്ല, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും നോക്കിക്കൊണ്ട് അല്ലാഹു പറയുന്നു, ഖലഖലകും മാ ഫിൽ അർദി ജമീഅ, ഈ ലോകത്തുള്ള സർവമാന വസ്തുക്കളും ഈ മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. അള്ളാഹ് സൂര്യനെ സൃഷ്ടിച്ചത് മുസ്ലിമിന് വേണ്ടി മാത്രമല്ല. അള്ളാഹ് മഴ പെയ്യിപ്പിക്കുന്നത് മുസ്ലിമിന് വേണ്ടി മാത്രമല്ല. അള്ളാഹ് വെയിലി ഭൂമിയിലേക്ക് അടുപ്പിക്കുന്നത് മുസ്ലിമിന് വേണ്ടി മാത്രമല്ല. അള്ളാഹ് പക്ഷിലതാദികളെ കൊടുക്കുന്നത് മുസ്ലിമിന് വേണ്ടി മാത്രമല്ല. പിന്നെയോ, ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ്. സൂര്യനെ സൃഷ്ടിച്ചത് സർവ മനുഷ്യർക്കും വേണ്ടിയാണ്. പർവ്വതങ്ങളെ സൃഷ്ടിച്ചത് സർവ മനുഷ്യർക്കും വേണ്ടിയാണ്. ലോകത്തിന്റെ നെറുകയിൽ ആകാശത്തോട് തൊട്ടുരുമ്മിക്കൊണ്ട് നിൽക്കുന്ന, മഞ്ഞു മൂടിക്കിടക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ പർവ്വതമായ മൗണ്ട് എവറസ്റ്റ് ഉണ്ടല്ലോ, 8848 മീറ്റർ ഉയരമുള്ള മൗണ്ട് എവറസ്റ്റ് സൃഷ്ടിച്ചതും ഇവിടുത്തെ മുസ്ലിമിന് വേണ്ടിയാണ്, ഹൈന്ദവന് വേണ്ടിയാണ്, ക്രൈസ്തവന് വേണ്ടിയാണ്, ഈശ്വരവാദിക്ക് വേണ്ടിയാണ്. എന്തിനാണ്? അലമാലകൾ അരഞ്ഞടിക്കുന്നതായ 62,30,8,000 ചതുരശ്ര കിലോമീറ്റർ വ്യാസമുള്ള 4.5 കിലോമീറ്റർ ആഴമുള്ള അറബിക്കടലെ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചത് ഇവിടുത്തെ ഹൈന്ദവന് വേണ്ടിയാണ്, ഇവിടുത്തെ ക്രൈസ്തവന് വേണ്ടിയാണ്, ഇവിടുത്തെ മുസൽമാന് വേണ്ടിയാണ്. കോടാനുകോടി താരകങ്ങളെ സൃഷ്ടിച്ചത്, ചന്ദ്രനെ സൃഷ്ടിച്ചത്, സർവസ്വം പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ്. സകലമാന മനുഷ്യർക്കും വേണ്ടി, സകലമാന മനുഷ്യർക്കും വേണ്ടി. എത്രത്തോളം എന്നാൽ അല്ലാഹു പറയുന്നു മനുഷ്യനോട്, അല്ലാഹു മനുഷ്യർക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾ ഒരു ലിസ്റ്റാക്കാൻ ശ്രമിച്ചാൽ, ആധുനിക സജ്ജീകരണങ്ങൾ മുഴുവനും ഉപയോഗിച്ച് അല്ലാഹു മനുഷ്യർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെ ഒരു ലിസ്റ്റാക്കി മാറ്റാൻ ശ്രമിച്ചാൽ, ഒരു ചിപ്പിനുള്ളിൽ മാറ്റാൻ ശ്രമിച്ചാൽ ഒരിക്കലും സാധ്യമല്ല, ക്ലിപ്തമാക്കാൻ പറ്റില്ല. ആവശ്യമുള്ളതെല്ലാം പടച്ചോൻ തന്നിട്ടുണ്ട്.
ഇനി മനുഷ്യനാവശ്യമായി ഭൂമിയിലേക്ക് പുതുതായിട്ടൊന്നും സൃഷ്ടിക്കാനില്ല. പിന്നെയോ അള്ളാഹു ഭൂമിയിൽ ഒലിപ്പിച്ചു വെച്ചിരിക്കുന്ന ധാതു ലവണങ്ങൾ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കി തീർക്കാമെന്നല്ലാതെ പുതിയൊരു സൃഷ്ടിയുടെ ആവശ്യം ഇനി ഈ ഭൂമിയിലില്ല, ഈ ലോകത്തിലില്ല, ഈ പ്രപഞ്ചത്തിലില്ല. സർവസ്വം അല്ലാഹു തആല മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഭൂമിയിൽ. എത്രത്തോളം എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ. അല്ലാഹു തആല ചോദിക്കുന്നു വിശുദ്ധ ഖുർആനിൽ, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരത്തിൽ എന്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങൾ, അനുഗ്രഹങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ അറിയുന്നില്ലേ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. ഭൂമിയിൽ ജീവിക്കുന്നവരായ മനുഷ്യൻ, അവൻ മുസ്ലിമായാലും അമുസ്ലിമായാലും അല്ലാഹുവിനെ പരിപൂർണമായി മത്സരിച്ച് ജീവിക്കുന്ന ഒരു പരിപൂർണ വിശ്വാസ പൂർത്തീകരണത്തിലേക്ക് കടന്ന മുസ്ലിമായാലും അതല്ല അല്ലാഹുവിനെ അനുസരിക്കാത്ത, അല്ലാഹുവിൽ വിശ്വസിക്കാത്ത, ശ്രീകൃഷ്ണനെ ആരാധിക്കുന്ന ഹൈന്ദവ സഹോദരനായാലും യേശുദേവനെ ആഗ്രഹിക്കുന്ന ക്രൈസ്തവ സഹോദരനായാലും ലോകത്തൊരു ദൈവവുമില്ലല്ലോ എന്ന് പറയുന്ന നിരീശ്വരവാദിയായാലും അല്ലാഹു ചോദിക്കുന്നു, അലം നജ്അൽ ലഹു ഐനൈൻ, ഞാൻ അവന് രണ്ട് കണ്ണിനെ കൊടുത്തില്ലേ, വലിസാനം വശഫതൈൻ, അവന് നാവിനെ കൊടുത്തില്ലേ, അവന് ഞാൻ രണ്ട് ചുണ്ടുകളെ കൊടുത്തില്ലേ. എന്താ മനുഷ്യാവി എന്ന് ചിന്തിക്കാത്തത്? എന്താ മനുഷ്യാവി എന്ന് ചിന്തിച്ചു നോക്കാത്തത്? എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട സഹോദരി, വിശിഷ്യ എന്റെ ശബ്ദം ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട അമുസ്ലിം സഹോദര സഹോദരി, ചിന്തിക്കുക. സർവേശ്വരനായ അല്ലാഹു നമുക്ക് തന്ന കണ്ണുണ്ടല്ലോ, ആ കണ്ണിൽ എത്രത്തോളം അനുഗ്രഹങ്ങളാ പടച്ചവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എത്രയോ പ്രഭാഷണങ്ങളിൽ കേട്ടതായെങ്കിലും വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാ. അല്ലാഹു തന്ന കണ്ണുണ്ടല്ലോ, മനുഷ്യന്റെ തലയോട്ടിയിലുള്ള രണ്ട് ദ്വാരങ്ങളിൽ, ആ ദ്വാരങ്ങളിൽ ഒരു പ്രത്യേക നേത്രത്തിന്റെ പടലത്തെ വലിച്ചു കെട്ടിയിട്ട് അതിലൊരു പ്രത്യേക ഗോളമായ ആ കൃഷ്ണമണിയെ സംവിധാനിച്ച പടച്ച തമ്പുരാൻ അറിയുമോ? നമ്മുടെ ശരീരത്തിന് നാം ജനിച്ചത് മുതൽ മരിക്കുന്നതുവരെയും നമ്മുടെ ശരീരത്തിന് വികാസം സംഭവിക്കുകയാ, നമ്മുടെ ശരീരത്തിന് ഒരുപാട് വളർച്ചയുണ്ടാകുന്നു. എന്നാ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന മനുഷ്യന്റെ കണ്ണെന്ന അവയവത്തിന് വളർച്ചയില്ല. ജനിക്കുമ്പോൾ കണ്ണെത്രയുമുണ്ടോ, മരിക്കുമ്പോഴും കണ്ണെത്രയും തന്നെയാ. അങ്ങനെ വളർച്ചയില്ലാത്ത കണ്ണിനുള്ളിൽ അല്ലാഹു ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന എത്രയോ മഹത്തായ അനുഗ്രഹങ്ങളാ. ചിന്തിച്ചിട്ടുണ്ടോ പടച്ചവനെന്തിനാ എന്റെ കണ്ണിന്റെ മധ്യഭാഗത്ത് ഉയർത്തി വെച്ചിരിക്കുന്നത്? കണ്ണിന്റെ മധ്യഭാഗത്തെ പടച്ചവൻ ഉയർത്തിയിരിക്കുന്നതെന്തിനാ? കണ്ണിന്റെ രണ്ടു വശങ്ങളെയും രണ്ടു വശങ്ങളിലേക്ക് താഴ്ത്തി ചരിച്ചു വെച്ചിരിക്കുന്നതെന്തിനാ അറിയുമോ? നമ്മുടെ കണ്ണിലേക്ക് നാം അറിയാതെ ഒരു പൊടിപടലം വന്നുപെട്ടാൽ പെടാതിരിക്കാനുള്ള സർവ്വ സംവിധാനവും പടച്ചവൻ ചെയ്തല്ലോ. അറിയാതെ പോലും കണ്ണിലേക്ക് എന്തെങ്കിലും ഒന്ന് പറന്നു വന്നാൽ നാം പോലും അറിയാതെ ഓട്ടോമാറ്റിക്കലി ഓഫാകുന്ന കൺപോളയുന്ന ശത്രുക്കളെ തന്ന പടച്ച തമ്പുരാൻ മുകളിൽ നിന്നും പൊടിപടലങ്ങൾ വീഴാതിരിക്കാൻ ആ കണ്ണിൽ കൺപീലി എന്ന ഷെൽട്ടർ തന്ന പടച്ച തമ്പുരാൻ, അതിന്റെയും മുകളിൽ പിരികമെന്ന് സൺഷെയ്ഡ് തന്ന പടച്ച തമ്പുരാൻ, ആ പടച്ച തമ്പുരാൻ ഇനി അഥവാ നിന്റെ കണ്ണിലേക്ക് എന്തെങ്കിലും ഒരു പൊടി വന്നു വീണാൽ ഉടൻ തന്നെ നിന്റെ കണ്ണിന് കേടുണ്ടാകാതെ, നിന്റെ കണ്ണിനൊരു പ്രശ്നവുമില്ലാതെ അത് നിന്റെ കണ്ണിന്റെ വശത്തേക്ക് മാറാൻ നിന്റെ കണ്ണിനെ ചരിച്ച് സൃഷ്ടിച്ച തമ്പുരാൻ തീർന്നിട്ടില്ലല്ലോ. നിന്റെ കണ്ണിലേക്ക് പൊടിപടലങ്ങൾ വന്നു പതിച്ചാൽ ഉടൻ തന്നെ ആ കണ്ണിനെ കഴുകി ശുദ്ധീകരിക്കാൻ കണ്ണീരെന്ന ഫിൽട്ടറൈസ്ഡ് വെള്ളം സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ കണ്ണിലേക്ക് വീഴുന്ന പൊടിപടലങ്ങളെ ശക്തി നശിപ്പിച്ചു കളയാൻ ഉപ്പരസത്തോടുകൂടിയുള്ള കണ്ണുനീരിനെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ തീർന്നിട്ടില്ല സഹോദരാ, തീർന്നിട്ടില്ല സഹോദരി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചിന്തിക്കുക. അല്ലാഹു തന്ന കണ്ണുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടാത്ത കാണുന്നത് സഹോദരാ, അല്ലാഹു തന്ന കണ്ണുകൊണ്ട് ഹറാം കാണുന്ന സഹോദരാ, അല്ലാഹു തന്ന കണ്ണുകൊണ്ട് സീരിയലിന്റെ മുന്നിൽ ചടഞ്ഞിരിക്കുന്ന പെങ്ങളെ, അല്ലാഹു തന്ന കണ്ണുകൊണ്ട് ഹറാമിലേക്ക്
നോക്കുന്ന മുസ്ലിമേ, അള്ള തന്ന കണ്ണുകൊണ്ട് അള്ളാന്റെ സൃഷ്ടി വൈഭവത്തെ കാണാത്ത സഹോദരാ, അറിയുമോ കണ്ണുകൊണ്ട് ഇരുട്ടത്തുകൂടെ നടന്നു പോകുമ്പോ, അതല്ല എങ്കിൽ നീ നിന്റെ വീട്ടിനുള്ളിൽ ഇരിക്കുമ്പോ, എപ്പോഴെങ്കിലും പാതിരാത്രിയുടെ നിശബ്ദതയിലോ, അതല്ല എങ്കിൽ സന്ധ്യാസമയം വന്നു കഴിഞ്ഞാലോ, നിന്റെ വീട്ടിനുള്ളിലൊന്ന് കരണ്ട് പോയാൽ, നിന്റെ വീട്ടിനുള്ളിലെ പ്രകാശമൊന്ന് മങ്ങിപ്പോയാൽ, ഉടൻ തന്നെ നിനക്കായിരുത്തുള്ള വസ്തുക്കളെ കണ്ടെത്താൻ പടച്ച തമ്പുരാൻ നിന്റെ കണ്ണിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ആധുനിക സജ്ജീകരണങ്ങളുള്ള 65,000 ക്യാമറകളെക്കാട്ടിലും വളരെ കൂടുതൽ ഓട്ടോമാറ്റിക് സിസ്റ്റമാ വെച്ചിരിക്കുന്നത്. അറിയുമോ, ഇരുപത്തൊരു വസ്തുവിനെ കാണാൻ നാം പോലും അറിയാതെ നമ്മുടെ കൃഷ്ണമതിദാസം ചെയ്യുകയാണ്. ഇരുപത്തൊരു വസ്തുവിനെ ഒന്ന് കാണാൻ നാം പോലും അറിയാതെ ഇതാ കൃഷ്ണമണിയുടെ ലെൻസ് വലുതാവുകയാ. എന്നാൽ ഭയങ്കരമായ പ്രകാശം നമ്മുടെ മുഖത്തേക്ക് അടിക്കുമ്പോ നാം പോലും അറിയാതെ ആ കൃഷ്ണമണി ഇതാ റെഡ്യൂസ് ആവുകയാ. ഇങ്ങനെ നിന്റെ കണ്ണിനെ സംവിധാനിച്ച തമ്പുരാൻ, അത് മാത്രമല്ല അറിയുമോ, ഇരുട്ടത്ത് നീ ഒരു വസ്തുവിനെ ഒന്ന് കണ്ടെത്താൻ, ഇരുട്ടത്ത് നിനക്കൊരു വസ്തുവിനെ ഒന്ന് കണ്ടുപിടിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ചെറിയ കണ്ണിനുള്ളിൽ ശാസ്ത്രം പറയുന്നതെന്തെന്നറിയുമോ, 125 ദശലക്ഷം പേശികളെ സൃഷ്ടിച്ച തമ്പുരാൻ ഒന്നോ രണ്ടോ അല്ല 125 ദശലക്ഷം പേശികളെയാ പടച്ചവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തിനെന്നോ, എന്റെ പ്രിയപ്പെട്ട അടിമയ്ക്ക് ഇരുട്ടിലുള്ള ഏതെങ്കിലും വസ്തുവിനെ ഒന്ന് കാണാൻ തീർന്നിട്ടില്ലല്ലോ. ഓരോ കാര്യങ്ങളെയും കണ്ട് നീ അതിന്റെ നിറം മനസ്സിലാക്കുമ്പോ, നിന്റെ മുന്നിലിരിക്കുന്ന LCD ടിവിക്കുള്ളിലോട് സീരിയലിന്റെ രംഗങ്ങൾ മിന്നിമറയുമ്പോ, സിനിമയുടെ രംഗങ്ങൾ മിന്നിമറയുമ്പോ, പലതരം നിറങ്ങൾ തിരിച്ചറിയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, അറിയുമോ, ഓരോ നിറങ്ങളും വേർതിരിച്ചറിയാൻ പടച്ച തമ്പുരാന്റെ കണ്ണിനുള്ളിൽ 6 ദശലക്ഷം പേശികളെയാ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. നിറങ്ങളെ തിരിച്ചറിയാൻ 6 ദശലക്ഷം പേശികൾ, കോണുകൾ. ഇരുട്ടത്തോരോ വസ്തുവിനെ കാണാൻ 125 ദശലക്ഷം റോഡ്സുകൾ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ. നിസാരമായ ഒരു കണ്ണ് മനുഷ്യൻ കണ്ടെത്തിയത് ഇത്രയേ ഉള്ളൂ. ഇനി കണ്ടെത്താത്തത് എത്രയോ വലുതാണ്. കാഴ്ച എന്ന് പറയുന്ന സൃഷ്ടി വൈഭവം, അതിന്റെ രഹസ്യങ്ങളിലേക്ക് ഊടുന്നിറങ്ങാൻ മനുഷ്യനെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? അല്ല നമുക്ക് തന്ന ഒരു കണ്ണില് ഇത്രത്തോളം മഹത്തായ അനുഗ്രഹങ്ങളാ വെച്ചിരിക്കുന്നത്. ഇത്രത്തോളം ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളാ. എന്നിട്ടെന്താ മനുഷ്യൻ? അല്ലാഹു തആല കേൾവിശക്തി കൊടുത്തു, കേട്ട് മനസ്സിലാക്കാൻ, ഓരോ കാര്യങ്ങളെയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ശക്തി കൊടുത്തു. നിസാര ശക്തിയല്ല. നമ്മൾ എന്താ കരുതിയേ? എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ശബ്ദം കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, അറിയൂ. കർണപുടങ്ങൾക്കുള്ളിൽ പടച്ച തമ്പുരാൻ സംവിധാനിച്ചു വെച്ചിരിക്കുന്നത് എന്താ? ഇയർ ഡ്രം എന്ന് പറയുന്ന ശ്രവണ പടലമുണ്ട് മനുഷ്യന്റെ കാതുകൾക്കുള്ളിൽ. അത് ഓരോ ചെറിയ ശബ്ദത്തിനനുസരിച്ചും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അനങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെയാ നമ്മൾ ശബ്ദം കേൾക്കുന്നത്. അല്ലാഹു തആല ചെവിക്കുള്ളിലൂടെ ഒരുപാട് ഊടുവഴികൾ സൃഷ്ടിച്ചിരിക്കുക. എന്തിനാ? ശബ്ദ തരങ്ങൾക്കകത്തേക്ക് കടന്നു ചെന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ. ഇനി അഥവാ വല്ല പ്രാണിയും ആ കാതിനുള്ളിലേക്ക് കടന്നു പോയാലും അത് വളരെ നേർത്ത കട്ടി കുറഞ്ഞ നിന്റെ ശ്രവണ പടങ്ങളിലേക്ക് ചെന്നെത്താതിരിക്കാൻ ഒരുപാട് വഴികൾ പടച്ചു വെച്ചിരിക്കുക കാതിനുള്ളിൽ. നമ്മൾ അറിയുന്നോ? മൊബൈൽ ഫോണിലൂടെ പാട്ടിങ്ങനെ വെച്ചിട്ട് ചെവിയിലേക്ക് വെച്ച് കൊലവറിയേറ്റ് തലയാട്ടുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നീ ചിന്തിക്കുന്നുണ്ടോ ഈ പാട്ട് നീ കേൾക്കുന്നെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്റെ കാതിനുള്ളിൽ സംവിധാനിച്ചിരിക്കുന്നതെന്താ? അല്ലാഹു കാതിനുള്ളിൽ വെച്ചിരിക്കുന്നതെന്താ അറിയോ മനുഷ്യന്? ഇങ്ങനെ സർവ സഹായങ്ങളും സർവ അനുഗ്രഹങ്ങളും മനുഷ്യന് അല്ലാഹു കൊടുത്തിരെങ്കിൽ, അല്ലാഹു തആല നൽകിയെങ്കിൽ, അല്ലാഹു പറയുന്നു വിശുദ്ധ ഖുർആനിൽ, ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. അല്ലാഹുവാണ് നിങ്ങളെ നല്ല രീതിയിൽ സൃഷ്ടിച്ചത്. അല്ലാഹുവാണ് നിങ്ങളുടെ കണ്ണിന് കാഴ്ച തന്നത്.
അള്ളാഹുവാണ് നിങ്ങളുടെ കാതുകൾക്ക് കേൾവി കൊടുത്തത്. അള്ളാഹുവാണ് നിങ്ങൾക്ക് ചിന്താശക്തി നൽകിയത്, ഇച്ഛാശക്തി നൽകിയത്. പക്ഷേ എന്ത് ചെയ്യാൻ? ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്നവർ വളരെ കുറവാണ്. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്നവർ വളരെ കുറവായിപ്പോയെന്ന് പടച്ചതമ്പുരാൻ പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. അള്ള തന്ന ഈ അനുഗ്രഹങ്ങളെ പടച്ചവൻ ഒരല്പസമയം ഒന്ന് തിരിച്ചെടുത്താൽ, അള്ള തന്ന കാഴ്ച, അള്ള തന്ന കേൾവി, അള്ള തന്ന ചിന്താശക്തി, ഇതിനെങ്ങാനും എന്റെ പടച്ചതമ്പുരാനെന്ന് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ, അതാണ് പടച്ചതമ്പുരാൻ വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുന്നത്. നബിയെ, താങ്കൾ അവരോടൊന്ന് ചോദിക്കുക. ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരോടുമാണ് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു തന്ന കണ്ണുകൊണ്ട് കാണുന്ന ചെറുപ്പക്കാരാ, അല്ല തന്ന കണ്ണുകൊണ്ട് പൃഥ്വിരാജിന്റെ ഡയലോഗുകൾ കണ്ടുകൊണ്ട്, സ്റ്റണ്ട് സീനുകൾ കണ്ടുകൊണ്ട് കോരിപ്പടിക്കുന്ന ചെറുപ്പക്കാരാ, അല്ല തന്ന കാതുകൊണ്ട് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഡയലോഗുകൾ കേട്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരുപാട് ആവേശം കൊള്ളുന്ന ചെറുപ്പക്കാരാ, അല്ല തന്ന ഹൃദയാന്തരങ്ങളിലേക്ക് അല്ല അല്ലാത്ത മുഴുവൻ വസ്തുക്കളെയും പ്രതിഷ്ഠിക്കുന്ന ചെറുപ്പക്കാരാ, അല്ല ചോദിക്കുകയാണ്, നബിയെ, താങ്കൾ അവരോട് പറയുക, താങ്കൾ അവരോട് ചോദിക്കുക, നിങ്ങളുടെ അഭിപ്രായമെന്താ? നിങ്ങളുടെ അഭിപ്രായമെന്താ? ഇൻ അഖദല്ലാഹു സമഅകും വഅബ്സാറകും വഖതമ അലാ ഖുലൂബികും മൻ ഇലാഹു ഗൈറുല്ലാഹി യുഅ്തികും ബിഹി. നബിയെ, താങ്കൾ അവരോട് ചോദിക്കുക, അറഅയ്തും, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇൻ അഖദല്ലാഹു സമഅകും വഅബ്സാറകും, അല്ലാഹു നിങ്ങൾക്ക് കേൾവി തന്ന കാതുകളുണ്ടല്ലോ, ആ കാതിൽ നിന്നും പടച്ചവനാ കേൾവിയെ എന്ന് തിരിച്ചെടുത്താൽ, നിന്റെ ശക്തിയെ പടച്ചവനെന്ന് തിരിച്ചെടുത്താൽ, നിന്റെ കേൾവി ശക്തിയെ പടച്ചവനെന്ന് തിരിച്ചെടുത്താൽ തീർന്നിട്ടില്ല. അബ്സാറക്കും, നിന്റെ കണ്ണിനുള്ളിലെ കാഴ്ച ശക്തിയെ പടച്ചവനെന്ന് തിരിച്ചെടുത്താൽ, നിന്റെ കണ്ണിനുള്ളിൽ ഇരുട്ടിന്റെ സമയത്ത് പോലും നിനക്ക് കാണുവാൻ സംവിധാനിച്ചിരിക്കുന്ന 125 ദശലക്ഷം പേശികളിൽ ഒരു പേശിയെന്ന് നിർജീവമായി പോയാൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ഏത് രക്ഷിതാവാണ് നിനക്കുള്ളത്? മാത്രമല്ല, വഖതമ അലാ ഖുലൂബികും, വഖതമ അലാ ഖുലൂബികും, നിങ്ങളുടെ ഹൃദയങ്ങളെ പടച്ചവനെന്ന് നിർജീവമാക്കിയാൽ, നിങ്ങളുടെ ഹൃദയങ്ങളുടെ ചിന്താശക്തിയെ പടച്ചവനെന്ന് നശിപ്പിച്ചു കളഞ്ഞാൽ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ പടച്ച തമ്പുരാൻ മുദ്ര വെച്ച് കഴിഞ്ഞാൽ, മൻ ഇലാഹു ഗൈറുല്ലാഹി യുഅ്തികും ബിഹി, അല്ലാതെ ആരാധന നമുക്ക് തിരിച്ചു തരാനുള്ളത്? മമ്മൂട്ടിക്ക് തിരിച്ചു തരാൻ പറ്റുമോ? മോഹൻലാലിന് തിരിച്ചു തരാൻ പറ്റുമോ? പൃഥ്വിരാജിന് തിരിച്ചു തരാൻ പറ്റുമോ? ദുൽഖർ സൽമാന് തിരിച്ചു തരാൻ പറ്റുമോ? എന്റെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് തിരിച്ചു തരാൻ പറ്റുമോ? നിന്റെ കൂട്ടുകാർക്ക് തിരിച്ചു തരാൻ പറ്റുമോ? നിന്നോടൊപ്പം കണ്ണുപിടിക്കാൻ വരുന്ന, നിന്നോടൊപ്പം കണ്ണുപിടിക്കാൻ വരുന്ന, നിന്നോടൊപ്പം സിനിമ കാണാൻ വരുന്ന നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര്, നിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു വരാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചിന്തിച്ചു നോക്കടാ. പൂന്തുറപ്പള്ളിയിൽ നിന്നും ജുമാനിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വന്നിട്ടോ, നിന്റെ മുന്നിലെ 1 രൂപയുടെ നാണയത്തുട്ടിന് വേണ്ടി കൈനീട്ടുന്ന കാഴ്ചയില്ലാത്ത സഹോദരനെ കാണുമ്പോ, കാഴ്ചയില്ലാത്ത സഹോദരിയെ കാണുമ്പോ, നിന്നോട് അന്യഭാഷയിലൂടെ കാര്യങ്ങൾ ബോധിപ്പിക്കുന്ന സംസാര ശക്തിയില്ലാത്ത ബധിരനും മൂകരുമായ സഹോദരന്മാരെ കാണുമ്പോ നീ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ കാഴ്ചയെ തിരിച്ചെടുത്താൽ, അല്ലാഹുവിന്റെ കേൾവിയെ തിരിച്ചെടുത്താൽ, മൻ ഇലാഹു ഗൈറുല്ലാഹി യുഅ്തികും ബിഹി, ആരാണ് എനിക്ക് കാഴ്ച തരാനുള്ളത്? ആരാണ് എനിക്ക് കേൾവി തരാനുള്ളത്? അതുമാത്രമല്ല, ഈ തിരുവനന്തപുരത്ത് തമ്പാനൂരിലൂടെ നടന്നു പോകുമ്പോ, കിഴക്കേ കോട്ടയിലൂടെ നടന്നു പോകുമ്പോ, ആയിരക്കണക്കിന് മനുഷ്യരിങ്ങനെ ഒരുപാട് തിരക്കിലൂടെ നടന്നു പോകുമ്പോഴും വിവസ്ത്രനായി അഴുക്കുപുരന്റെ ശരീരവുമായി മുടിയെല്ലാം നീട്ടി വളർത്തിയിട്ട് ജനങ്ങളുടെ മുന്നിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നടക്കുന്ന ബുദ്ധി മരവിച്ചുപോയ ഭ്രാന്തിയായ ഒരു മനുഷ്യനെ കാണുമ്പോ, എന്റെ ചെറുപ്പക്കാരാ, എന്ന് ചിന്തിക്കുക.
ബുദ്ധിയെ മരവിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ തലച്ചോറിനെ സ്തംഭിപ്പിച്ചു കഴിഞ്ഞാൽ, മൻ ഇലാഹു ഗൈറുല്ലാഹി യുഅതീകും ബിഹി, ഏതിലാഹായ എനിക്ക് ബുദ്ധി തരാനുള്ളത്, ഏതിലാഹായ എനിക്ക് കാഴ്ച തരാനുള്ളത്, ഏതിലാഹായ എനിക്ക് കേൾവി തരാനുള്ളത് അറിയുമോ? ഞാനെന്ന് നിലമ്പൂർ ദാറുൽ ഉലൂം ഐനുൽ ഹുദാ എന്ന സ്ഥാപനത്തിൽ നിന്നും ഇവിടേക്ക് പരിപാടിക്ക് വേണ്ടി വരാൻ നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർ വന്നിട്ട് തിരുവനന്തപുരത്തെ ട്രെയിനിന് വേണ്ടി കാത്തു നിൽക്കുമ്പോ അതാ എല്ലാവരുടെയും ശബ്ദ ഒരു ചെറുപ്പക്കാരിലേക്ക് നീങ്ങുകയാണ്. പ്രസംഗം കൊഴുപ്പിക്കാൻ പറയുന്നതല്ല, ഇന്ന് കണ്ണിൽ കണ്ട കാഴ്ചയെപ്പറ്റി പറയുകയാ. എല്ലാവരുടെയും ശബ്ദ ഒരു ചെറുപ്പക്കാരിലേക്ക് നീങ്ങുകയാണ്. ട്രാക്കിലൂടെ അവൻ നടന്നു നീങ്ങുകയാണ്. അവൻ നടന്നു നീങ്ങുമ്പോ അവൻ ആരോഗ്യമുള്ള യാത്രയാ. അവന്റെ ശരീരത്തിന് കുഴപ്പമില്ല, അവന്റെ കണ്ണിന് കാഴ്ചയുള്ളതാ, അവന്റെ കാതിന് കേൾവിയുള്ളതാ, അവന്റെ ശരീരത്തിന് പരിപൂർണ ആരോഗ്യമുള്ളതാ. അവനെങ്ങനെ നടന്നു നീങ്ങുമ്പോഴും എല്ലാവരും അവനെ ശ്രദ്ധിക്കാനുള്ള കാര്യമെന്തെന്നറിയുമോ? അവന്റെ ഉടുപ്പിൽ അഴുക്ക് പുരണ്ടതിന്റെ പേരിലല്ല, അവന്റെ മുടി ജട പിടിച്ചതിന്റെ പേരിലല്ല, അവന്റെ താടിയൊക്കെ വളർന്നു കിടന്നതിന്റെ പേരിലല്ല, പിന്നെയോ ആരോഗ്യമുള്ള യാത്രനായ, യാതൊരുവിധ ശാരീരിക രോഗവുമില്ലാത്ത, യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാത്ത ആ ചെറുപ്പക്കാരൻ എത്തിച്ച സമയത്ത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ആ ട്രാക്കിലൂടെ നടന്നു നീങ്ങുമ്പോ അറിയുമോ, ഓട്ടകളിലേക്ക് വലിച്ചെറിഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടല്ലോ, ഓരോരുത്തരും അടുത്ത് താഴെ നിന്നുകൊണ്ട് ആ ഭക്ഷണങ്ങൾ ഓരോന്നും തന്റെ കയ്യിലേക്ക് വെച്ചിട്ട് ആർത്തിയോടെ ആ ചെറുപ്പക്കാരൻ വാരിത്തന്റെ വായിലേക്ക് ഇടുമ്പോ ആരോ കുടിച്ചിട്ട് താഴേക്കെറിഞ്ഞ ഒരു ചായക്കോപ്പയിൽ അല്പം അവശേഷിച്ചിരുന്ന ചായ എടുത്തവൻ നാക്കിലേക്ക് ഇടുമ്പോ ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ചെറുപ്പക്കാരനാ. മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നറിയില്ല. ആ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ ചിന്തയുണ്ടായി. അവൻ പെട്ടെന്ന് തന്നെ അടുത്തുള്ള കടയിൽ നിന്നും ഒരു ഭക്ഷണപ്പൊടി വാങ്ങിയെടുത്തുകൊണ്ട് ആ ഭ്രാന്തനായ സഹോദരന്റെ അടുക്കലേക്ക് പോയിട്ട് നീ ഇത് തിന്നുക എന്ന് പറയുമ്പോ ആ ഭക്ഷണപ്പൊടി വാങ്ങിയിട്ട് ആകാശത്ത് നോക്കി പൊട്ടിച്ചിരിച്ചിട്ട് ആ ഭക്ഷണപ്പൊടി തുറന്നിട്ട് അതിലുണ്ടായിരുന്ന സുഗന്ധം വമിക്കുന്ന ആ ചിക്കൻ ബിരിയാണി അവൻ ആ ട്രാക്കിലേക്ക് തട്ടിയിട്ടിട്ട് ആ ട്രാക്കിൽ നിന്നും പൊട്ടിച്ചിരിച്ച് വാരിക്കുന്നുണ്ടെങ്കിൽ എന്റെ സഹോദരാവനുള്ള കുഴപ്പമെന്താ? അവന്റെ ഹൃദയത്തെ പടച്ചവനെന്ന് പിടിച്ചുവല്ലോ, അവന്റെ ബുദ്ധിയെ പടച്ചവനെന്ന് മരവിപ്പിച്ചല്ലോ. നീയൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ ബുദ്ധിയെന്ന് മരവിച്ചാൽ, എന്റെ ബുദ്ധിയെന്ന് മരവിച്ചാൽ, എന്റെ ഹൃദയമെന്ന് സ്തംഭിച്ചാൽ നാളെ ഞാനും ഇതേപോലെ ട്രാക്കിലേക്ക് ഇറങ്ങേണ്ടി വരുമല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ചിന്തിക്കുക. ഒരു ദിവസം നിലവിളക്ക് കണ്ടിട്ട് ആ എപ്പിസോഡ് തീർന്നു കഴിയുമ്പോ പിറ്റേ ദിവസവും നിലവിളക്ക് കാണാൻ നിന്റെ ഹൃദയാന്തരങ്ങൾ വെമ്പലുണ്ടാകുന്നെങ്കിൽ ഒരു ദിവസം പോലും നിസ്കരിക്കാതെ ഐഡിയ സ്റ്റാർ സിംഗറിന് വേണ്ടി മണിക്കൂറുകൾ കൊടുക്കുന്നു, വോഡാഫോൺ കോമഡി ഷോയ്ക്ക് വേണ്ടി മണിക്കൂറുകൾ കൊടുക്കുന്നു, വെറുതെ ഭാര്യകാരാ മണിക്കൂറുകൾ കൊടുക്കുന്നു. അപ്പോഴെല്ലാം എന്റെ ഹൃദയം സന്തോഷിക്കുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ചിന്തിക്കുക. നാളെ എന്റെ ഹൃദയമെന്ന് മരവിച്ചു പോയാൽ, നാളെ എന്റെ ബുദ്ധിയെന്ന് സംഭവിച്ചു പോയാൽ എനിക്കെന്ത് സ്റ്റാർ സിംഗറാ, എനിക്കെന്ത് കോമഡിയോ ഷോയാ, എനിക്കെന്ത് റിയാലിറ്റിയാ, എനിക്കെന്ത് ഭാവനയാ, എനിക്കെന്ത് കാവ്യയാ, എനിക്കെന്ത് ഗ്ലോറിയാ, എനിക്കെന്ത് നിലവിളക്കാ. അതുകൊണ്ട് അവ ചോദിക്കുന്നു, നിങ്ങളുടെ ഹൃദയങ്ങളെ പിടിച്ചു വെച്ചാൽ, നിങ്ങളുടെ കാഴ്ചകളെ പിടിച്ചു വെച്ചാൽ, നിങ്ങളുടെ കേൾവിയെ പിടിച്ചു വെച്ചാൽ അല്ലാഹു അല്ലാതെ വേറെ ആരാ നിങ്ങൾക്കത് തിരിച്ചു തരാനുള്ളത്? അല്ലാഹ് അല്ലാതെ അനുഗ്രഹദാതാവായ സർവാനുഗ്രഹങ്ങളും മനുഷ്യന് നൽകിയ അല്ലാഹു അല്ലാതെ വേറെ ആർക്കായി അനുഗ്രഹങ്ങൾ തിരിച്ചു തരാൻ പറ്റുന്നത്? ഓർക്കണം, കണ്ണ് തന്നെ അല്ലാഹുവിനെ ആർക്കും വേണ്ട, കാത് തന്നെ അല്ലാഹുവിനെ ആർക്കും വേണ്ട, സംസാര ശക്തി തന്നെ അല്ലാഹുവിനെ ആർക്കും വേണ്ട, ഹൃദയാന്തരങ്ങളിൽ ചിന്താശക്തിയും ഇച്ഛാശക്തിയും ബുദ്ധിശക്തിയും തന്നെ അല്ലാഹുവിനെ ആർക്കും വേണ്ട.
ആ ഹൃദയത്തിൽ അള്ളാഹ് ഒഴികെ ബാക്കി എല്ലാം ഉണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. അള്ളാഹനെ മാത്രം ആർക്കും ആവശ്യമില്ല. അതാ അള്ളാഹ് പറഞ്ഞത് ഖലീലൻ മാ തശ്കുറൂൻ. അധികം പേരും നന്ദിയില്ലാത്തവരാ, അധികം പേരും നന്ദിയില്ലാത്തവരാ. ചിന്തിക്കണം നമ്മള്. വലിയ വലിയ മഹത്തായ അനുഗ്രഹങ്ങൾക്ക് വിലയില്ല എങ്കിൽ പടച്ചവൻ അതിനെ ഒന്ന് മാറ്റിവെച്ചാൽ. ഈ വിശുദ്ധമായ റമളാൻ തിരൂർ എന്ന് പറയുന്ന പ്രദേശത്ത് പരിപാടിക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സംഘാടകരെന്നെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇരുട്ട് നിറഞ്ഞ ഒരു വീട്, പഴയ ഏതോ ഒരു ബൾബ് കത്തിച്ചിട്ടിരിക്കുന്ന ഒരു വീട്. ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ കൊണ്ടുപോയ സംഘാടകർ പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ ആ വീട് കാണണം. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ വീട്ടിലുള്ള 5 മക്കളിൽ 4 പേർക്കും ഭ്രാന്താണ്, ഉമ്മയ്ക്കും ഭ്രാന്താണ്. അവരുടെ എല്ലാം നടുവിൽ ഒരേ ഒരു സഹോദരൻ മാത്രം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുകൊണ്ട് നിൽക്കുക. ആ വീട്ടിൽ ചെന്നു, അവിടെ കയറിയിരുന്നു. നോമ്പത്തൊറയെല്ലാം കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി ആ സമയത്താ ചെന്നത്. അവര് കുടിക്കാൻ ചായ എടുത്തു. ഈ സമയം തൊട്ട് മുന്നിലുണ്ടായിരുന്ന ഇറയത്തുണ്ടായിരുന്ന ഒരു ചെറിയ മുറിയുടെ ഡോറ് തുറന്നു. അവിടെ ദാടി നീട്ടി വളർത്തിയ, മുടിയെല്ലാം നീട്ടി വളർത്തിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പറഞ്ഞു, ഉസ്താദെ ദുആ ചെയ്യണം, എനിക്ക് കാല് വയ്യ, എനിക്ക് നിന്ന് നിസ്കരിക്കാൻ വയ്യ, അതുകൊണ്ട് എനിക്ക് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാണ്, പടച്ചോൻ എന്നെ ശിക്ഷിക്കൂ, ഉസ്താദ് ദുആ ചെയ്യണം, കാര്യം പറഞ്ഞു. എന്നിട്ട് വീണ്ടും കടച്ചു. പിന്നെയും കഥവ് തുറന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ സൗകര്യമൊന്നുമില്ല, ഇവിടെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്, ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, ചായയൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. വീണ്ടും കഥവടച്ചു. അപ്പോഴാണ് തൊട്ടടുത്ത് നിന്ന സഹോദരൻ പറയുന്നത്, 4 വർഷമായി ചങ്ങലക്കിട്ടിരിക്കുന്ന ഭ്രാന്തിന്റെ അസുഖമുള്ള സഹോദരനാണിത്. 4 വർഷമായി ചങ്ങലയിലാണ്. എന്നിട്ട് ആ സഹോദരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദ് എനിക്കൊന്നും വേണ്ട, എനിക്ക് വലിയ വീട് വേണ്ട, എനിക്ക് സുഖസൗകര്യങ്ങൾ വേണ്ട, എനിക്ക് ജോലി വേണ്ട, എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന് സ്വസ്ഥമായൊന്ന് നടക്കാൻ സൗകര്യമുള്ള ഒരു വിശാലമായ ഒരു മുറി, അതിലപ്പുറം വേറൊന്നും എനിക്ക് വേണ്ട. 4 വർഷം ഒരു ഇരുട്ടുമുറിയിൽ ചങ്ങലക്കിട്ടിരിക്കുക ആ മനുഷ്യനെ. ആ മുറിക്കുള്ളിൽ ഒരു ബൾബ് പോലും ഇടാൻ പറ്റുന്നില്ല. ആ മനുഷ്യൻ ബൾബിളക്കി അതിനുള്ളിലേക്ക് കൈകടത്തുമോ എന്നുള്ള പേടി. അയാൾ ഉറങ്ങുന്നത് ആ മുറിയില, ഭക്ഷണം കഴിക്കുന്നത് ആ മുറിയില, മലമൂത്ര വിസർജനം നടത്തുന്നതും ആ മുറിയില. നമ്മൾ ചിന്തിക്കണം അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹങ്ങൾ. അള്ളാഹ് എനിക്ക് നൽകിയ ആരോഗ്യം എന്താ, അള്ളാഹ് എനിക്ക് തന്ന ഹൃദയം എങ്ങനാ, അള്ളാഹ് എനിക്ക് തന്ന ചിന്താശക്തി എന്താ, ഓരോരുത്തരും ചിന്തിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു സ്വഹാബിയും കൂടി ഇരിക്കുന്നു, മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു. രണ്ടുപേരും ഇങ്ങനെ ഇരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു കൊടുത്തതായ ആരോഗ്യം എന്ന ആ ഒരു അനുഗ്രഹത്തെ പറ്റി പറയുകയാ. ആരോഗ്യം എന്ന അനുഗ്രഹത്തെ പറ്റി പറയുമ്പോൾ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരേ, അല്ലാഹുവിന്റെ തിരുദൂതരേ, ലഇൻ ഉആഫാ ഫഅശ്കുറു അഹബ്ബു ഇലയ്യ മിൻ ഉബ്തലാ ഫഅസ്ബിറു. തമ്പുരാൻ എനിക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ തന്നു, എന്റെ ശരീരത്തിന് ഒരുപാട് രോഗങ്ങൾ തന്നു. ആ രോഗങ്ങളും ആ പരീക്ഷണങ്ങളിലും ഞാൻ ക്ഷമ അവലംബിക്കുന്നല്ലോ. എന്നാൽ അതിനെക്കാട്ടിലും എനിക്ക് ഏറ്റവും ഇഷ്ടം എന്തെന്നറിയുമോ, അള്ള തന്ന ആരോഗ്യത്തിന് നന്ദി രേഖപ്പെടുത്തലാണ് നബിയേ. അള്ളാന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നതിനെക്കാട്ടിലും അള്ള എന്റെ കണ്ണിന് കാഴ്ച തന്നല്ലോ, അള്ള എന്റെ കാതിന് കേൾവി തന്നല്ലോ, അള്ള എന്റെ ശരീരത്തിന് ആരോഗ്യം തന്നല്ലോ, അള്ള എന്റെ നാവിന് സംസാരശേഷി തന്നല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് അള്ളാനെ സ്തുതിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. യാ റസൂലല്ലാഹ് എന്നല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ റസൂലുള്ള പറയുന്നു, യാ അബൂ ദർദാ, അല്ലയോ അബൂ ദർദാ, അല്ലാഹു തന്ന ആരോഗ്യത്തിന് നന്ദി രേഖപ്പെടുത്താനാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെങ്കിൽ റസൂലുള്ളാഹി യുഹിബ്ബുന അകൽ ആഫിയ, അല്ലാഹുവിന്റെ തിരുദൂതരായ ഞാനും ഇഷ്ടപ്പെടുന്നത് അതാണ് അബൂ ദർദാ. റസൂൽ ഇഷ്ടപ്പെട്ടതെന്താ? അള്ള തന്ന ആരോഗ്യങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തല, അള്ള തന്ന ആരോഗ്യങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തലാണ് അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഇദാ റആ അഹദുകും അഹദൻ ഫീ ബലാ,
നിങ്ങൾ വഴിയരികിലൂടെ നടന്നു പോകുമ്പോൾ അള്ളാന്റെ പരീക്ഷണങ്ങൾ കടിമപ്പെട്ട ഏതെങ്കിലും മനുഷ്യനെ കണ്ടാൽ, കാഴ്ചയില്ലാത്ത, കേൾവിയില്ലാത്ത, സംസാരശക്തിയില്ലാത്ത, ചിന്താശക്തിയില്ലാത്ത, പരീക്ഷണങ്ങളുടെ മേൽ പരീക്ഷണങ്ങൾക്ക് അകപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടാൽ ആ നിമിഷം നീ അൽഹംദുലില്ലാ എന്ന് പറയുക. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. അല്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫല്ലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീലാ. ഇവനെ പോലെ നിന്നെ പോലെ എന്നെ പരീക്ഷിക്കാത്ത, നല്ല രീതിയിൽ സ്വസ്ഥമായി എന്നെ സൃഷ്ടിച്ച അല്ലാഹുവിനാണ് സർവസ്തുതിയും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു പരീക്ഷിക്കപ്പെട്ട ആളെ കാണുമ്പോ പറയുമ്പോ ശ്രദ്ധിച്ചോണം, കണ്ണ് കാണാത്ത അല്ലെങ്കിൽ കാലൊടിഞ്ഞ് കിടക്കുന്ന ഒരു തന്നെ മുമ്പിൽ ചെന്നിട്ടോ അല്ലാഹ് അൽഹംദുലില്ലാ പടച്ചോ നിന്റെ കാലൊടിച്ചോലെ എന്റെ കാലൊടിച്ചില്ലല്ലോ എന്ന് അടുത്തും നിന്ന് പറയാൻ പാടില്ല. എങ്കിൽ പിന്നെ അവൻ കാലൊക്കെ റെഡിയായി വന്ന് അതിലും വലുതൊക്കെ ആക്കി തന്നിരിക്കും. അപ്പോ അത് കാണുമ്പോ ഒന്ന് പറഞ്ഞേക്കുക, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി എന്ന് തുടങ്ങുന്ന ദുആ. കാരണം അല്ലാഹ് തന്ന അനുഗ്രഹങ്ങളോടുള്ള നന്ദിയുടെ ഭാഗമാണ്. നമുക്കത് പറ്റുന്നുണ്ടോ? എന്റെ ചെറുപ്പക്കാര് ചിന്തിക്കുക, അല്ലാഹ് തന്ന ആരോഗ്യമാണല്ലോ, എന്റെ ആരോഗ്യമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അനിസ്ലാമിക പ്രവണതകൾക്കും മാത്രം സമയം കൊടുക്കുന്ന എന്റെ ചെറുപ്പക്കാരാ, നീ ഒന്ന് ചിന്തിക്കുക. അല്ലാഹ് തന്ന കണ്ണിന്, അല്ലാഹ് തന്ന കാതിന്, അല്ലാഹ് തന്ന ചിന്താശക്തിക്ക്, അല്ലാഹ് തന്ന ഇച്ഛാശക്തിക്ക്, അല്ലാഹ് തന്ന ബുദ്ധിശക്തിക്ക് എനിക്കെന്ത് നന്ദിയാണ് ചിന്തിക്കുക. എന്ത് നന്ദിയാവുള്ളത്, എന്ത് നന്ദിയാവുള്ളത്? സ്വസ്ഥമായ ഉറക്കം എന്നല്ലോ പടച്ചവൻ വലിയ മഹത്തായ ഒരു അനുഗ്രഹമാണ്, മഹത്തായ ഒരു അനുഗ്രഹമാണ്. ഈ വിനീതൻ 1.5 വർഷം പാലക്കാട് പുതുനഗരം എന്ന് പറയുന്ന പള്ളി ജോലി ചെയ്യുമ്പോ പാലക്കാട് പുതുനഗരത്തിനടുത്ത് പെരുവമ്പ് എന്ന് പറയുന്ന ഭാഗം ഒരുപാട് ഈ കിടക്കകൾ, മെത്തകൾ വിതരണം ചെയ്യുന്ന ഭാഗമാണ്. മെത്തകൾ ഉണ്ടാക്കി അതിങ്ങനെ വിതരണം ചെയ്യുന്ന ഭാഗമാണ്. അപ്പൊ അതിന് ഒരുപാട് ഗോഡൌണുകളും ഒരുപാട് ആളുകളും കീഴിൽ ജോലി ചെയ്യുന്ന ഒരു മുതലാളി ഉണ്ടായിരുന്നു. ഒരു ദിവസം വന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണം, കാര്യം എന്താ, ഞാൻ ഉറങ്ങിയിട്ട് 3 ദിവസമായി. നാട്ടുകാരെ മുഴുവനും ഉറക്കിക്കിടത്താനുള്ള മെത്ത വിതരണം ചെയ്യുന്ന അയാളാണ്. അയാൾ ഉറങ്ങിയിട്ട് 3 ദിവസമായി. ടെൻഷനാണ്. മഹത്തായ അനുഗ്രഹ ഉറക്കം. അല്ലാഹ് പറഞ്ഞത് വജഅൽനാ നൗമകും സുബാതാ, ഉറക്കം, വിശ്രമത്തിന് വേണ്ടിയുള്ള ഉറക്കം. പകലന്തിയോളം കഷ്ടപ്പെട്ടു ചാലയിൽ പോയി, പകലന്തിയോളം കഷ്ടപ്പെട്ടു മാർക്കറ്റിലേക്ക് പോയി, പകലന്തിയോളം കഷ്ടപ്പെട്ടു ഓഫീസിലേക്ക് പോയി. നീ ആ കഷ്ടപ്പെട്ട നിന്റെ ശരീരത്തിന്റെ സകലമായ അവയവങ്ങളും വർക്ക് ചെയ്തതിന് റെസ്റ്റ് എടുക്കാൻ പടച്ചവൻ തന്നു. വജഅൽനൽ ലൈല ലിബാസാ, ഒരു വിരിപ്പോലാക്കി തന്നു. രാത്രി എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ലൈറ്റ് അണച്ച പോലെ ഒറ്റയടിക്ക് ഇരുട്ടുന്നവരാണോ? അല്ല, പതുക്കെ വൈകുന്നേരം ചെറിയ ഇരുട്ടാകുന്നു, സൂര്യന്റെ ഒളി മങ്ങുന്നു, സന്ധ്യയാകുന്നു. സമാധാനപൂർവം രാത്രിയിലേക്ക് കൊണ്ടുവന്ന പടച്ച തമ്പുരാൻ, നിനക്ക് നിന്റെ ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ, അന്നം തേടുവാൻ പകലിനെ പടച്ച തമ്പുരാൻ വന്നു സ്വസ്ഥമായ സൂര്യപ്രകാശത്തോടുകൂടി. നമ്മൾ അറിയുന്നില്ല, പകലിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല എത്രയോ മഹത്തായ അനുഗ്രഹമാണ് തന്നത്. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ അറിയുന്നില്ല എത്രയോ മഹത്തായ അനുഗ്രഹമാണ് നമ്മൾ തന്നത്. അറിയോ ഉറക്കത്തിന്റെ മഹത്വം എന്താ? ഒരു ദിവസം രാത്രി മുഴുവനും ഒന്ന് ഉറങ്ങാതിരുന്ന് നോക്കിക്കോളിൻ, 2 പകല് കിടന്നുറങ്ങിയാലും അതിന്റെ ക്ഷീണം മാറില്ല. 2 പകല് കിടന്നുറങ്ങിയാലും അതിന്റെ ക്ഷീണം മാറില്ല. അതുകൊണ്ടല്ലേ ഇന്ന് വലിയ വലിയ കുറ്റവാളികളൊക്കെ പിടിച്ചുകൊണ്ടുപോയി പല ജയിലുകളിലും ശിക്ഷ എന്താ? ഉറങ്ങാൻ സമ്മതിക്കൂല. അവരെ അടച്ചിട്ടിരിക്കുന്ന സെല്ലുകളിൽ വലിയ വലിയ ഫ്ലഡ് ലൈറ്റുകൾ വെച്ച് പിടിപ്പിക്കും, വലിയ ശബ്ദ തരംഗങ്ങൾ ഇങ്ങനെ അഴിച്ചുവിടും. എന്നിട്ട് അവർ ഉറങ്ങാൻ ശ്രമിച്ചാൽ ഉറങ്ങാൻ നേരം അടിയൊടുക്കും. വേറെ എന്ത് അവർക്ക് കൊടുക്കും? ഭക്ഷണം വേണോ? പറയുന്ന ഭക്ഷണം കൊടുക്കും. വെള്ളം വേണോ? ആവശ്യമുള്ള വെള്ളം കൊടുക്കും. എല്ലാ സജ്ജീകരണവും. ഉറങ്ങാൻ മാത്രം സമ്മതിക്കൂല. അവസാനം തത്ത പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങും. അല്ലേ? അതേപോലെ തന്നെയുണ്ട് ഇരുട്ടറകളിലേക്ക് മനുഷ്യനെ വലിച്ചെറിയുക, ദിവസങ്ങളോളം ഇരുട്ടുള്ള പ്രദേശത്തെത്തി കഴിഞ്ഞ് പീഡിപ്പിക്കുക, അവന്റെ ശരീരം വാടാൻ തുടങ്ങും. നമ്മളൊന്നും അറിയുന്നില്ല. സൂര്യപ്രകാശത്തിലൂടെ നടന്നു പോകുമ്പോ എത്രയോ വൈറ്റമിൻസ് ആണ് സൂര്യപ്രകാശത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കിടക്കുന്നത്.
കണ്ടിട്ടില്ലേ? ചെറിയ ചെറിയ ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ സെറലാക്ക് ഇറക്കി കൊടുക്കലേ ഉള്ളൂ. ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കുറെ കാലത്തൊക്കെ മുമ്പ് എന്ത് ചെയ്യും, ഉമ്മാമ്മമാരൊക്കെ എന്ത് ചെയ്യും, കൊച്ചു കുഞ്ഞിനെ, ആ കൈക്കുഞ്ഞിനെ സൂര്യപ്രകാശം രാവിലെയുള്ള ഇളം ചൂടെടുപ്പിക്കും. കാര്യമുണ്ടാ? ആരോഗ്യം ഉണ്ടാവുന്ന കാര്യമാ, ആരോഗ്യം ഉണ്ടാവുന്ന കാര്യമാ. അപ്പൊ അതിലൊക്കെ ഒരുപാട് ആരോഗ്യമുണ്ട്, നമ്മളൊന്നും അറിയുന്നില്ല. ഈ സൂര്യപ്രകാശത്ത് തന്നെയാ ചെറുപ്പക്കാരൻ വ്യഭിചരിക്കുന്നത്, ഈ സൂര്യപ്രകാശത്ത് തന്നെയാ ചെറുപ്പക്കാരൻ നിസ്കാരം ഒഴിവാക്കുന്നത്, ഇതേ സൂര്യപ്രകാശത്തിൽ തന്നെയാണ് ഹറാമായ പ്രവർത്തനം ചെയ്യുന്നത്, ഇതേ സൂര്യന്റെ കീഴിൽ തന്നെയാണ് ഹറാമിലേക്ക് കടന്നുകൂടുന്നത്, ഇതേ സൂര്യന്റെ അസ്തമനം കാണാൻ വേണ്ടിയാണ് കാമുകനോടൊപ്പം ഇതേ കാലത്ത് പാറയിലേക്ക് പോകുന്നത്, ഇതേ സൂര്യന്റെ ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ് കാമുകന്മാര് ശംഖുമുഖം കടൽത്തീരത്തിലേക്ക് പോകുന്നത്. എന്നാൽ അറിയുമോ, സൂര്യനെ തന്ന തമ്പുരാൻ, ചന്ദ്രനെ തന്ന തമ്പുരാൻ, വിശുദ്ധമായി ഉറങ്ങാനുള്ള രാത്രിയെ തന്ന തമ്പുരാൻ, സുസ്ഥമായി ഉറങ്ങം തന്ന തമ്പുരാൻ, അല്ലാഹു ചോദിക്കുന്നതെന്തെന്നറിയുമോ? താങ്കൾ അവരോട് ചോദിക്കുക, ഞാൻ കൊടുത്ത പകലിന്റെ മഹത്വമറിയാത്ത, ഞാൻ കൊടുത്ത രാത്രിയുടെ മഹത്വമറിയാത്ത, എന്നോട് നന്ദികേട് കാണിക്കുന്ന നന്ദികെട്ട മനുഷ്യനോട് നബിയെ താങ്കളെന്ന് ചോദിക്കുക. അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ. നബിയെ താങ്കളവരോട് ചോദിക്കുക, ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹു തആല ലോകാവസാനം വരെയും ലോകമവസാനിക്കുന്നതുവരെയും പടച്ച തമ്പുരാനെ യാത്രയാക്കി മാറ്റിയാൽ സൂര്യപ്രകാശമില്ലാത്ത മുഴുവൻ സമയവും പടച്ചവനെ ഇരുട്ടാക്കി മാറ്റിയാൽ ഏത് രക്ഷിതാവാണോ നിങ്ങൾക്കുള്ളത്, ഏത് തമ്പുരാനാണോ നിങ്ങൾക്കുള്ളത്, ഏത് ചക്രവർത്തിയാണോ നിങ്ങൾക്കുള്ളത്, അതേപോലെ ആ സൂര്യനെ കൊണ്ടുവരാൻ, അതേപോലെ വെയിൽ കൊണ്ടുവരാൻ ഏത് തമ്പുരാനാണ് നിങ്ങൾക്കുള്ളത്? നിന്റെ മനസ്സിൽ സൂക്ഷിച്ച താരതമ്പുരാക്കന്മാര് വരുമോ? നിന്റെ മനസ്സിൽ സൂക്ഷിച്ച സീരിയൽ നടിമാര് വരുമോ? എന്റെ പെങ്ങളെ ആർക്കാ തിരിച്ചു തരാൻ പറ്റുന്നത്? എന്റെ ചെറുപ്പക്കാരെ ആർക്ക് തിരിച്ചു തരാൻ പറ്റുന്നത്? വീണ്ടും ചോദിക്കുന്നു നബിയേ, ഒന്നുകൂടി താങ്കളോട് താങ്കൾ അവരോട് ചോദിക്കുക. ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ. ഈ രാത്രിയെ പടച്ച തമ്പുരാനെ മാറ്റിയിട്ട് ഖിയാമത്ത് നാൾ വരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂര്യനെ അസ്തമിപ്പിക്കാതെ അതേ പടിയിൽ പ്രകാശം തുപ്പിക്കൊണ്ട്, അതേ പടിയിൽ ചൂട് തുപ്പിക്കൊണ്ട് അപ്രകാരമാണ് നിലനിർത്തിയാൽ നിനക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ, നിന്റെ ശരീരത്തിന് അല്പം വിശ്രമം കൊടുക്കാൻ ഏത് തമ്പുരാനാണോ നിനക്ക് രാവിലെ തിരിച്ചു തരാനുള്ളത്? നിന്റെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് പറ്റുമോ? മുഖ്യമന്ത്രിക്ക് പറ്റുമോ? പ്രസിഡന്റിന് പറ്റുമോ? പ്രൈം മിനിസ്റ്ററിന് പറ്റുമോ? നിന്റെ സംഘടനാ നേതാക്കന്മാർക്ക് പറ്റുമോ? നിന്റെ സിനിമാ താരങ്ങൾക്ക് പറ്റുമോ? നിന്റെ കാമുകിക്ക് പറ്റുമോ? നിന്റെ കാമുകന് പറ്റുമോ? ആർക്കാണ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത് എന്നവരോട് ചോദിക്കുന്നതിയേ അള്ള ചോദിക്കുക. മുഴുവൻ സമയവും ഇരുട്ടായാൽ, മുഴുവൻ സമയവും വെയിലായാൽ പഴയ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ആരാണ് നിനക്കുള്ളത്? ആരാണ് നിനക്കുള്ളത്? ആരെക്കൊണ്ടും പറ്റില്ല. നാം ഇന്ന് നന്ദി പ്രകടിപ്പിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പറ്റുമോ? സംഘടനാ നേതാക്കന്മാർക്ക് പറ്റുമോ? സംഘടനയുടെ സഹോദരങ്ങൾക്ക് പറ്റുമോ? സഹപ്രവർത്തകർക്ക് പറ്റുമോ? കാമുകിക്ക് പറ്റുമോ? കാമുകന് പറ്റുമോ? ആരെ കൊണ്ടാ പറ്റുന്നത്? അള്ളാനെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടും പറ്റൂല. അള്ള തന്ന അനുഗ്രഹങ്ങൾ അത്രയ്ക്ക് വലുതാ, എന്നിട്ടും നന്ദി രേഖപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്ന പടച്ച തമ്പുരാൻ ഇഷ്ടപ്പെട്ട ഒരേ ഒരു ആദർശം അള്ള ഇഷ്ടപ്പെട്ട, അള്ള അംഗീകരിച്ച ഒരേ ഒരു ആദർശമായ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അഭിനവ പോരാളികളായി മാറാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിനക്ക് പറ്റുന്നോ? പറ്റുന്നുണ്ടോ? എന്റെ ശബ്ദം ശ്രവിക്കുന്നവര് ചിന്തിക്കുക. അള്ള തന്നതാ മുഴുവനും. സൂര്യനെ തന്നവനല്ല, ചന്ദ്രനെ തന്നവനല്ല, അല്ലാതെ മറ്റൊരാൾ തന്നാൽ, അള്ള അല്ലാതെ വേറെ ആരെങ്കിലും ഇതിനെ
അല്ലാഹു തആല തന്നെ പറയുന്നു, ഈ ലോകത്ത് 2 രക്ഷിതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ തകിടം മറിഞ്ഞു പോകുമായിരുന്നു. സൂര്യനെ ഉദിപ്പിക്കുന്നവൻ ഒരേ ഒരല്ലാഹ്, സൂര്യനെ അസ്തമിപ്പിക്കുന്നവൻ ഒരേ ഒരല്ലാഹ്. അതാ സകല മതങ്ങളും പഠിപ്പിച്ചത് ഏറ്റവും വിധം. ഹൈന്ദവ ധർമ്മം പഠിപ്പിച്ചതെന്താ? ഒരേ ഒരു ദൈവം. അതിന് പ്രതിഷ്ഠയില്ല, ആ ദൈവത്തിന് ബിംബങ്ങളില്ല, ആ ദൈവത്തിന് രൂപങ്ങളില്ല. അതെ, ഭഗവത്ഗീത പഠിപ്പിക്കുന്നതെന്താ? ഒരേ ഒരു ദൈവത്തെ ആരാധിക്കുക. പ്രതിഷ്ഠകളെയല്ല, മരങ്ങളെയല്ല, കല്ലുകളെയല്ല, നിനക്ക് സർവസ്വം തന്ന ഒരേ ഒരു ദൈവം. ആ ഒരേ ഒരു ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി യുദ്ധം ചെയ്യാനാണ് അർജുനനോട് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞത്. ആ ഒരേ ഒരു ദൈവത്തിലേക്ക് മടങ്ങാൻ ആർക്കാ പറ്റുന്നത്? മുസ്ലിമിന് പറ്റുന്നുണ്ടോ? ഹൈന്ദവന് പറ്റുന്നുണ്ടോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ ഹൈന്ദവ സഹോദരന്മാർ അറിയുക, ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് മുസ്ലിമുകളുടെ ദൈവമായ അള്ളാനെ പറ്റിയല്ല, പിന്നെയോ മനുഷ്യരുടെ ദൈവമായ അള്ളാഹ്. മനുഷ്യരുടെ ദൈവമായ അള്ളാഹ്, മുസ്ലിമിനെ സൃഷ്ടിച്ച, ഹൈന്ദവനെ സൃഷ്ടിച്ച, ക്രൈസ്തവനെ സൃഷ്ടിച്ച, എന്നാൽ മുഴുവൻ പേരെയും മനുഷ്യനായി സൃഷ്ടിച്ച അള്ളാഹ്. മനുഷ്യനായി സൃഷ്ടിച്ച അള്ളാഹ്. ആരായി വേർതിരിവുണ്ടാക്കിയത്? ആരാ ഹൈന്ദവനെന്നും മുസ്ലിമെന്നും ക്രൈസ്തവനെന്നും വേർതിരിവുണ്ടാക്കിയത്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതെന്താ? കുല്ലു മൗലൂദിൻ യൂലദു അലാ ഫിത്രത്തിൽ ഇസ്ലാം. എല്ലാവരും മുസ്ലിങ്ങളാണ്. ഹൈന്ദവ സഹോദര, നീ എന്റെ സഹോദരനാണ്. സഹോദരി, നീ എന്റെ സഹോദരിയാണ്. എല്ലാവരും സഹോദരങ്ങളാണ്, എല്ലാവരും സഹോദരങ്ങളാണ്. പിന്നെന്തു പറ്റി? മാതാപിതാക്കളുടെ ആശയത്തിനനുസരിച്ച് പോയി. മാതാപിതാക്കൾ ക്രൈസ്തവരായി, മക്കളും ക്രൈസ്തവരായി. മാതാപിതാക്കൾ അഗ്നി ആരാധകരായി, മക്കളും അഗ്നി ആരാധകരായി. മാതാപിതാക്കൾ ഇസ്ലാമിന്റെ ലേബൽ വെച്ച് മാത്രം ജീവിച്ചു, മക്കളും ഇസ്ലാമിന്റെ ലേബൽ വെച്ച് മാത്രം ജീവിച്ചു. മുഴുവനും ഒരേ ഒരു ദൈവം എന്ന് ഹൈന്ദവ ധർമ്മങ്ങൾ പഠിപ്പിച്ച, ഒരേ ഒരു യഹോവ എന്ന് ക്രൈസ്തവ ധർമ്മങ്ങൾ പഠിപ്പിച്ച ആ ഒരു അല്ലാഹുവിന്റെ വിളികളാണ് നാം ഓരോരുത്തരും. ആ അള്ളാഹാണ് പറഞ്ഞത്, ലോകത്തുള്ള മുഴുവനും നിനക്ക് വേണ്ടിയിട്ടാ. ആ അള്ളാഹുവിനോട് നമുക്ക് നന്ദിയുണ്ടോ? ആ അള്ളാഹിനോട് നമുക്ക് കടമകളും കടപ്പാടുകളും ഉണ്ട്. അത് പരിപൂർണമായും പൂർത്തീകരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? സർവേശ്വരനായ, ജഗന്നിയന്താവായ, കരുണാമയനായ അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. ചിന്തിക്കണം, അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ, മഹത്തായ അനുഗ്രഹങ്ങൾ, ബൃഹത്തായ അനുഗ്രഹങ്ങൾ അല്ലേ? ദാഹം വരുമ്പോൾ വെള്ളം കുടിക്കും നമ്മൾ. ദാഹം വരുമ്പോൾ വെള്ളം കുടിക്കും. കടയിലിരുന്നു, കമ്പോളത്തിലിരുന്നു, ഓഫീസിലിരുന്നു, കലശലായ ദാഹം ഉണ്ടായി, തൊണ്ട വരണ്ടുപോയി. എന്ത് ചെയ്യും? ഉടൻ തന്നെ സൈഡിൽ കൊണ്ടുവച്ചിരിക്കുന്ന മിനറൽ വാട്ടർ എടുത്ത് കുപ്പിയിലേക്ക് തുറന്നു കുടിക്കും. അല്ലെങ്കിൽ സൈഡിൽ സജ്ജീകരിച്ചു വെച്ചിരിക്കുന്ന കൂളറിൽ നിന്ന് വെള്ളം എടുത്തു കുടിക്കും. അല്ലെങ്കിൽ കടയിൽ നിൽക്കുന്ന പയ്യനെ വിളിച്ചിട്ട് പറയും, പോയൊരു ജ്യൂസ് വാങ്ങിക്കൊണ്ടുവരാൻ പറയും. ആ വെള്ളമെടുത്ത് ചുണ്ടോട് അടുപ്പിക്കുമ്പോ പടച്ചവൻ വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നോടും നിങ്ങളോടും അല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും, ഹൈന്ദവനോടും ക്രൈസ്തവനോടും മുസൽമാനോടും ഈശ്വരവാദിയോടും അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ, അതിനെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശരീരത്തിന് വല്ലാതെ ചൂടനുഭവപ്പെടുമ്പോൾ, നിന്റെ ശരീരം ഇങ്ങനെ കത്തി നിൽക്കാൻ തുടങ്ങുമ്പോൾ, അറിയുമോന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിൽ ആവശ്യമായ വെള്ളമില്ലായെങ്കിൽ ആ ശരീരം വാടി തളർന്നു പോകുന്നതാണ്, ആ ശരീരത്തിന് കേട് സംഭവിച്ചു പോകുന്നതാണ്. അങ്ങനെയുള്ള വെള്ളം നമ്മുടെ ശരീരത്തിന് കൃത്യസമയത്ത് കൃത്യ അളവിൽ എത്തേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ശരീരം ചൂടാകുമ്പോൾ, നമ്മുടെ തൊണ്ട വരളാൻ തുടങ്ങുമ്പോൾ, ഒരു ഗ്ലാസ് വെള്ളമെടുത്തിങ്ങനെ ചൂടോടെ ഒഴിച്ച് ആ വെള്ളം കുടിക്കുമ്പോൾ, ആ വെള്ളം ഇങ്ങനെ തൊണ്ടയിങ്ങനെ നനച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ, നമ്മുടെ ശരീരത്തിന് സുഖം നൽകുമ്പോൾ, നമ്മുടെ നാഡീ ഞരമ്പുകളെ നനപ്പിക്കുമ്പോൾ, അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യത്തെ
എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ കുടിക്കുന്നതായ വെള്ളമാ, വെള്ളത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കുക. വെള്ളത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കുക. അല്ലെ, വെള്ളം സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. H2O, ഹൈഡ്രജന്റെ 2 തന്മാത്രയും ഓക്സിജന്റെ 1 തന്മാത്രയും ചേർത്ത് അള്ളാഹ് സൃഷ്ടിച്ച വെള്ളം മനുഷ്യനെ കൊണ്ട് പറ്റുമോ? മനുഷ്യനെ കൊണ്ട് പറ്റുമോ? ഒരു കുറ്റി നിറയെ ഹൈഡ്രജൻ വെച്ചു കൊടുത്തു, ഇപ്പുറത്ത് ഓക്സിജനും വെച്ചു കൊടുത്തു, അത് രണ്ടും ചേർത്തിട്ട് ഒരു തുള്ളി വെള്ളം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. മനുഷ്യന് ചിന്തിക്കണം. തൊണ്ട കത്തുന്നു എന്ന് പറഞ്ഞല്ലേ വെള്ളം കുടിക്കുന്നത്? തൊണ്ട കത്തുന്നു. തൊണ്ട കത്തുമ്പോ നീ കുടിക്കുന്ന വെള്ളത്തിൽ പടച്ചോൻ വെച്ചിരിക്കുന്നത് എന്താ? ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താ? കത്താൻ സഹായിക്കുന്ന ഇന്ധനം. കത്താൻ സഹായിക്കുന്ന ഇന്ധനം. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താ? കത്തി നിൽക്കാൻ സഹായിക്കുന്ന ഇന്ധനം. അങ്ങനെ തീ കത്താൻ ഏറ്റവും സഹായകരമായ 2 വസ്തുക്കളെ വെച്ചുകൊണ്ട് നിന്റെ ശരീരത്തിന്റെ കത്തലിനെ ശമിപ്പിക്കാൻ വെള്ളം സൃഷ്ടിച്ചു തന്ന തമ്പുരാൻ അല്ല ചോദിച്ചവരാ. കുടിക്കുന്ന വെള്ളത്തെ പറ്റി ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കുടിക്കുന്ന വെള്ളത്തെ പറ്റി ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വീണ്ടും ഒന്ന് ചോദിക്കുകയാണ്, മനുഷ്യ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. മേഘങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വെള്ളമിറക്കി തരുന്നതാരാ? ഞാനാണോ വെള്ളമിറക്കി തരുന്നത്? നാമാണോ വെള്ളമിറക്കി തരുന്നത്? അതല്ല, നിങ്ങൾ തന്നെയാണോ വെള്ളമിറക്കുന്നത്? വല്ലാത്തൊരു ചോദ്യമാണ്, വല്ലാത്തൊരു ചോദ്യമാണ്. വിശുദ്ധതയിലുള്ള ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, ഇസ്ലാമിനെതിരെ വിശുദ്ധ ഖുർആനെതിരെ കുതന്ത്രങ്ങൾ മെനയാൻ ശ്രമിക്കുന്ന ആധുനിക ശാസ്ത്രജ്ഞന്മാർ ഈ ചോദ്യത്തെ ഏറ്റെടുത്തു. എന്നിട്ട് 1947-48 കാലങ്ങളിൽ അമേരിക്കയിലെ 2 ശാസ്ത്രജ്ഞന്മാർ സ്വന്തം മഴ പെയ്യിക്കാനുള്ള സംവിധാനം കണ്ടുപിടിച്ചു. സോഡിയം അയോഡിൻ എന്ന് പറയുന്ന രാസവസ്തുവും അതേപോലെ ഡ്രൈ ഐസ് എന്ന് പറയുന്ന സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡും ഈ 2 രാസവസ്തുക്കളും എടുത്തിട്ട് വിമാനങ്ങളിൽ ആകാശത്തൂടെ പറന്നു പൊങ്ങി മേഘത്തിന്റെ മുകളിലേക്ക് പോയിട്ട് ഈ രാസവസ്തുക്കൾ 2 മേഘത്തിലേക്ക് വീറുക. സോഡിയം അയോഡിനും സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡും ആ മേഘത്തേക്ക് വീറുക. അതുമല്ല എങ്കിൽ ഭൂമിയിൽ നിന്നുകൊണ്ട് എയർക്രാഫ്റ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട്, റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് മേഘങ്ങളിലേക്ക് 2 രാസവസ്തുക്കളും പ്രയോഗിക്കുക. അപ്പോഴാ മേഘങ്ങൾ കാർമേഘമാവുകയാണ്. കാർമേഘമായി തീർന്നിട്ടോ നിമിഷങ്ങൾ കൊണ്ട് ആ കാർമേഘം തണുത്തിട്ട് മഴയായി ഭൂമിയിലേക്ക് പെയ്യുകയാണ്. അള്ളാന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ വന്നതാ. പക്ഷേ എന്ത് ചെയ്യാനാണ്? അബൂദാബി പോലെയുള്ള സ്ഥലങ്ങളിൽ ഭയങ്കരമായ വരൾച്ച അനുഭവപ്പെട്ടപ്പോൾ, വെള്ളമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടാൻ തുടങ്ങിയപ്പോൾ, ലക്ഷങ്ങൾ കൊടുത്ത് വെള്ളം കടം വാങ്ങേണ്ടി വന്നപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ 11 ദശലക്ഷം രൂപ ചെലവാക്കി, 11 ദശലക്ഷം അമേരിക്കൻ ഡോളർ ചെലവാക്കിക്കൊണ്ട് അമേരിക്ക മുസ്ലിമുകളെ പഠിപ്പിക്കാൻ തുടങ്ങി. അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. മഴ പെയ്യിപ്പിക്കുന്നത് നാമാണോ അതല്ല നിങ്ങളാണോ എന്നുള്ള അള്ളാന്റെ ചോദ്യത്തിന് ഞങ്ങൾ തന്നെയാണെന്ന മറുപടി പറയാ അമേരിക്ക കോപ്പുകൂട്ടുകയാ. എന്നിട്ട് അബൂദബിയിൽ വെച്ചുകൊണ്ട് സോഡിയം അയോഡിനും അതേപോലെ തന്നെ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡുമെല്ലാം വിമാനങ്ങളിൽ പറന്നിട്ടാ മേഘങ്ങളിൽ വർഷിപ്പിക്കാൻ തുടങ്ങി. അതാ മഴ പെയ്യാൻ തുടങ്ങുന്നു. മഴ ഇങ്ങനെ പെയ്തു 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 അബൂദബിയുടെ പ്രദേശങ്ങൾ വെള്ളം കൊണ്ട് മറയാൻ തുടങ്ങി. മഴ പെയ്യിപ്പിച്ച അമേരിക്കയ്ക്ക് മഴ നിർത്താൻ പറ്റുന്നില്ല. 1 ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, ഒരാഴ്ചയല്ല, 2 ആഴ്ചയല്ല, 1 മാസമല്ല, പിന്നെയോ 52 ദിവസത്തോളം തുടർച്ചയായി മഴ പെയ്യുകയാണ്. 52 ദിവസത്തോളം തുടർച്ചയായി മഴ പെയ്തു. അബൂദബിയിൽ ജലപ്രളയമുണ്ടായി, ഭയങ്കരമായ വെള്ളപ്പൊക്കമെന്ന് മാത്രമല്ല, ഏതെല്ലാം മനുഷ്യരാ രാസവസ്തുവിനാൽ നിർമ്മിതമായ വെള്ളം കുടിച്ചോ ആ മനുഷ്യരുടെ വയറിന് അസുഖമുണ്ടായി, ഉദരരോഗമുണ്ടായി. ആ വെള്ളം കുടിച്ച കന്നുകാലികൾ ചത്തൊടുങ്ങാൻ തുടങ്ങി. ആ വെള്ളത്തിൽ കുളിച്ച മനുഷ്യരുടെ തുണിയെല്ലാം പൊട്ടിവിടുകാൻ തുടങ്ങി. അതുകൊണ്ട് പടച്ചവനല്ലാതെ വേറെ ആർക്കാണ് ലോകത്തേക്ക് മഴ പെയ്യിപ്പിക്കാൻ സാധ്യമാകുന്നത്? ഒന്ന് ചിന്തിക്കുക.
എന്റെ സഹോദരി സഹോദരന്മാരെ ചിന്തിക്കുക, എന്റെ അമുസ്ലിം സഹോദരി സഹോദരന്മാരെ ചിന്തിക്കുക. അല്ലാഹു ഈ ഭൂമിയിലേക്ക് മഴ പെയ്യിപ്പിക്കുന്നതെങ്ങനെയാണ്? ലോകത്തുള്ള കടലുൾപ്പെടെയുള്ള കായലുൾപ്പെടെയുള്ള ജലാശയങ്ങളിൽ നിന്നും വെള്ളമിങ്ങനെ നീരാവിയായ ആകാശത്തിന്റെ മണ്ഡലങ്ങളിലേക്ക് പോയി അവിടെ ഇങ്ങനെ കാർമേഘമായി കെട്ടിനിന്നിട്ട് ഭൂമിയിലേക്ക് മഴ പെയ്യുമെങ്കിൽ അറിയുമോ ശാസ്ത്രലോകം പഠിപ്പിക്കുന്നത് എന്താണ്? ഈ ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് നീരാവിയായി വെള്ളമുയരുമ്പോൾ ഒരു സെക്കൻഡിന് 16,000 ടൺ വെള്ളമാണ് ആകാശത്തേക്ക് പോകുന്നത്. ഒരു സെക്കൻഡിന് 16,000 ടൺ വെള്ളം ആകാശത്തേക്ക് പോകുന്നത് ഇവിടെ നിന്നാ. ഇവിടുത്തെ ഉപ്പ് നിറഞ്ഞ കടലിൽ നിന്നാ, ഇവിടുത്തെ മാലിന്യങ്ങൾ നിറഞ്ഞ കായലുകളിൽ നിന്നാ, സർവ്വ ഫാക്ടറികളിലെയും രാസവസ്തുക്കൾ ഒഴുക്കപ്പെടുന്ന പുഴകളിലും നദികളിൽ നിന്നും ഒരു സെക്കൻഡ് കൊണ്ട് 16,000 ടൺ വെള്ളമാണ് ആകാശത്തേക്ക് പോയിട്ട് അതിങ്ങനെ നീരാവിയെല്ലാം കെട്ടിനിന്ന് കാർമേഘമായി മഴ പെയ്യുന്നെങ്കിലും അതേ ശാസ്ത്രം തന്നെ പറയുന്നു, ഇങ്ങനെയുള്ള വെള്ളം കാർമേഘമായിട്ട് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് മഴ പെയ്യുമ്പോ ഒരു സെക്കൻഡ് കൊണ്ട് അതുപോലെ 16,000 ടൺ വെള്ളമാ ഭൂമിയിലേക്ക് വരുന്നത്. ഒരു സെക്കൻഡ് കൊണ്ട് എപ്രകാരം 16,000 ടൺ ആകാശത്തേക്ക് പോയോ അതേപോലെ ഒരു സെക്കൻഡ് കൊണ്ട് 16,000 ടൺ ഭൂമിയിലേക്ക് വരുന്നു. ഒരു പ്യൂരിഫിക്കേഷനും നടന്നിട്ടില്ല, ഒരു സിൽവറൈസേഷനും നടന്നിട്ടില്ല, യാതൊരുവിധ മാറ്റങ്ങളും നടന്നിട്ടില്ല. ഉപ്പുരസം നിറഞ്ഞ കടലിൽ നിന്നും പൊങ്ങിയ നീരാവി, മാലിന്യങ്ങൾ കടന്ന കായലിൽ നിന്നും പൊങ്ങിയ നീരാവി, അഴുക്കുകളും മനുഷ്യ വിസർജനങ്ങളും നിറഞ്ഞ തടാകങ്ങളിൽ നിന്നും പുഴകളിൽ നിന്നും മുകളിലേക്ക് പോയ നീരാവി. എന്നാൽ അതേപോലെ മഴയായി ഭൂമിയിലേക്ക് വർഷിക്കുമ്പോ അള്ള പറയുന്നു വനുനസ്സിലു മിനസ്സമായി മാഅൻ മുബാറകാ. അള്ള നിനക്ക് ആകാശത്തേക്ക് വർഷിപ്പിച്ചു വരുന്ന വെള്ളം അത് കടലിലെ ഉപ്പ് നിറഞ്ഞ വെള്ളമല്ല, അത് കായലിലെ മാലിന്യം നിറഞ്ഞ വെള്ളമല്ല, അത് പുഴയിലെ ദുർഗന്ധം വമിക്കുന്ന വെള്ളമല്ല, അത് തടാകങ്ങളിലെ കെമിക്കൽ നിറഞ്ഞ വെള്ളമല്ല. പിന്നെയോ വനുനസ്സിലു മിനസ്സമായി മാഅൻ മുബാറകാ. ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ വെള്ളമാണ്, the most purified drinking water. ആകാശത്ത് നിന്ന് അള്ളാഹു വർഷിപ്പിച്ചു തരുന്നെങ്കിൽ അല്ലാഹ് അല്ലാതെ വേറെ ശക്തിക്കാ വെള്ളം തരാൻ പറ്റുന്നത്? അല്ലാഹ് അല്ലാതെ ആർക്കാ ഇത്രത്തോളം the most purified drinking water? സംസം വെള്ളം കുടിഞ്ഞാൽ പ്രകൃതിയിലൂടെ മനുഷ്യന് കിട്ടുന്ന വരദാനം, ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ വെള്ളം മഴ. ചൊറിയൂല, പ്രശ്നമില്ല. ആ മഴവെള്ളം ഉപ്പ് രസമുണ്ടോ? കടയിൽ നിന്ന് പോയ ഉപ്പൊക്കെ എവിടെ പോയതാ? പുഴയിൽ നിന്ന് പോയ കെമിക്കലൊക്കെ എവിടെ പോയി? അള്ളാഹ് തരുന്ന പോലെ ആർക്കാ തരാൻ പറ്റുന്നേ? അള്ളാഹ് തരുന്ന പോലെ ആർക്കാ തരാൻ പറ്റുന്നത്? അതുകൊണ്ടാ പടച്ച തമ്പുരാൻ ചോദിച്ചത്, മനുഷ്യ ചിന്തിക്കുക, കഠിനമായ ദാഹമുണ്ടായി വെള്ളമെടുത്ത് ചുണ്ടോടിച്ച് ആ വെള്ളം നീ കുടിച്ചെടുക്കുന്നുണ്ടോ നീ എന്ന് ചിന്തിക്കുക. ലൗ നശാഉ ജഅൽനാഹു ഉജാജാ. അള്ളാഹ് ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ആ വെള്ളത്തെ ഉപ്പുരസമുള്ളതാക്കി മാറ്റാമായിരുന്നു. അള്ളാഹ് ഒന്ന് വിചാരിച്ചെങ്കിൽ ആ വെള്ളത്തെ കലർപ്പുള്ളതാക്കി മാറ്റാമായിരുന്നു. പക്ഷേ അള്ളാഹ് അങ്ങനെ ആക്കി മാറ്റിയില്ല. എന്നിട്ടും ഫലൗലാ തശ്കുറൂൻ. മുസ്ലിമേ, നിനക്ക് നന്ദിയില്ലാത്തതെന്താ? ഹൈന്ദവാ, നിനക്ക് നന്ദിയില്ലാത്തതെന്താ? ക്രൈസ്തവാ, നിനക്ക് നന്ദിയില്ലാത്തതെന്താ? മനുഷ്യരെ, നിനക്ക് നന്ദിയില്ലാത്തതെന്താ? അള്ളാഹ് ചോദിക്കുകയാണ് മനുഷ്യരോട്, അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. അല്ലാഹു നിങ്ങളുടെ വെള്ളങ്ങളെ എന്ന് വറ്റിച്ചു കളഞ്ഞാൽ, നിങ്ങളുടെ കിണറ്റിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞാൽ, നിങ്ങളുടെ കായലിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞാൽ, നിങ്ങളുടെ ജലാശയങ്ങളെ വറ്റിച്ചു കളഞ്ഞാൽ അല്ലാഹു ചോദിക്കുന്നു, മൻ യഅതീകും ബിമാഇൻ മഈൻ. അല്ലാഹു അല്ലാതെ വേറെ ആരാണോ നിങ്ങൾക്ക് വെള്ളം തരാനുള്ളത്? അല്ലാഹ് അല്ലാതെ വേറെ ആർക്കാ? രാജ്യത്ത് വെള്ളമില്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് വെള്ളം തരാൻ പറ്റുമോ? പ്രധാനമന്ത്രി കിടന്ന് വെള്ളം കുടിക്കാൻ അയാൾ അവിടുന്ന് വെള്ളം തരാനാ? വെള്ളമില്ല എങ്കിൽ രാഷ്ട്രപതിക്ക് വെള്ളം തരാൻ പറ്റുമോ? മുഖ്യമന്ത്രിക്ക് വെള്ളം തരാൻ പറ്റുമോ? അങ്ങനെ മുഖ്യമന്ത്രിക്ക് വെള്ളം തരാൻ പറ്റുമായിരുന്നെങ്കിൽ കർണാടകയിൽ എന്തിനാ കോടികൾ ചെലവാക്കി പൂജ നടത്തുന്നത്? ചിന്തിക്കണം നമ്മൾ. അള്ളാന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നവരാണ്.
അള്ളാന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരാണ് നാം. പക്ഷേ നന്ദിയുണ്ടോ? നമുക്കാർക്കെങ്കിലും സർവേശ്വരനായ പടച്ചതമ്പുരാനോട് നന്ദിയുണ്ടോ? നന്ദി പ്രകടിപ്പിക്കേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? മനുഷ്യര് നന്ദിയില്ലാത്തവരാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അള്ളാഹ് പറഞ്ഞു മനുഷ്യൻ നന്ദിയില്ലാത്തവനാ. മൃഗങ്ങളെ പറഞ്ഞിട്ടാ അള്ളാഹ് പറഞ്ഞത്. കുതിര നന്ദിയുണ്ട്, യജമാനന് വേണ്ടി പോകുന്നു, യജമാനന് വേണ്ടി കഷ്ടപ്പാട് സഹിക്കുന്നു, യജമാനന് വേണ്ടി പോർക്കളങ്ങളിൽ സ്വന്തം ജീവൻ പറയാൻ വെച്ച് പോരാടുന്നു. അത്രയും നന്ദിയെങ്കിലും മനുഷ്യ നിനക്കുണ്ടോ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. നിശ്ചയം മനുഷ്യൻ നന്ദി കെട്ടവനാ. നന്ദിയുള്ളവരാകണം. എത്രയോ അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നന്ദി കെട്ട മനുഷ്യരെ മൂന്നായിട്ടാണ് തിരിച്ചത്. ചിന്തിക്കുക, നമ്മളൊക്കെ അതിലുണ്ടോ എന്ന് ചിന്തിച്ചോ? രോഗം വരുമ്പോ രോഗം മാറ്റേണ്ടവൻ പടച്ചവനാ. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ട പടച്ചവനാ. ആ പടച്ചവനോട് നമുക്ക് നന്ദിയുണ്ടോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ് ثم إذا مسكم الضر فإليه تجأرون ثم إذا كشف الضر عنكم إذا فريق منكم بربهم يشركون ليكفروا بما آتيناهم فتمتعوا അല്ലാഹ് പറയുന്നു, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. എത്രയോ അനുഗ്രഹങ്ങൾ അല്ലാഹ് കൊടുത്തതാ. മഴ കൊടുത്തവനല്ലാഹ്, രോഗശമനം കൊടുത്തവനല്ലാഹ്, സമ്പാദ്യം കൊടുത്തവനല്ലാഹ്, സമ്പാദങ്ങൾ കൊടുത്തവനല്ലാഹ്, സൗകര്യം കൊടുത്തവനല്ലാഹ്, സ്വാതന്ത്ര്യം കൊടുത്തവനല്ലാഹ്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. അല്ലാഹു അനുഗ്രഹം കൊടുക്കുന്നു, സർവ്വാനുഗ്രഹങ്ങളും അല്ലാഹു കൊടുക്കുന്നു. അപ്പോഴൊന്നും അല്ലാഹുവിനെ മനുഷ്യൻ അറിയുന്നില്ല, അപ്പോഴൊന്നും അല്ലാഹുവിനെ മനുഷ്യന് വേണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിനക്ക് കണ്ണ് തന്ന അല്ലാഹുവിനെ നിനക്ക് വേണോ? നിനക്ക് കാത് തന്ന അല്ലാഹുവിനെ നിനക്ക് വേണോ? നിനക്ക് ആരോഗ്യം തന്ന അല്ലാഹുവിനെ നിനക്ക് വേണോ? വേണ്ട. ആർക്കുമാ പടച്ചവനെ വേണ്ട. പിന്നെ എപ്പോഴാ പടച്ചവനെ ആവശ്യമുള്ളത്? ثم إذا مسكم الضر فإليه تجأرون. എപ്പോഴാ അനുഗ്രഹമെന്ന് നിന്ന് പോകുന്നു? ചിന്തിക്കുക. ആരോഗ്യത്തോടുകൂടി ചാലക്കമ്പോളങ്ങളിലും ചുമലകളിൽ ചുമടെടുത്ത മനുഷ്യരാ. അപ്പോഴവന് നിസ്കാരമില്ല, അപ്പോഴവൻ അല്ലാഹുവില്ല, അപ്പോഴവന് ഖുർആനില്ല, അപ്പോഴവന് സദഖാത്തുകളില്ല. എന്നാൽ അവന് നടുവേദന എടുത്തവനൊന്ന് വീട്ടിൽ കിടന്നാൽ, എന്നാൽ അവനൊരു പ്രശ്നം പറ്റി അവനൊന്ന് വീട്ടിൽ കിടന്നാൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീയൊന്ന് ചിന്തിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുപ്പിന്റെ ചുവട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ നിനക്ക് കടുപ്പ് തന്ന അല്ലാഹ്, നിനക്ക് ആരോഗ്യം തന്ന അല്ലാഹ്. അല്ലാഹുവിന്റെ ആരോഗ്യ സമയത്ത് നിനക്ക് വേണ്ട, അല്ലാഹുവിന്റെ ആരോഗ്യ സമയത്ത് നിനക്ക് വേണ്ട. എന്നിട്ടോ നീ സീരിയൽ കാണുന്നു, നിസ്കാരം ഒഴിവാക്കുന്നു, സ്റ്റാർ സിംഗർ കേൾക്കുന്നു. എന്നാൽ ഒരു ദിവസം നീ തലവേദന എടുത്ത് കിടന്നാൽ നിന്റെ തലയിൽ തെറ്റുകൊണ്ട് നീ സീരിയൽ നടിയെ വിളിക്കുമോ? നിന്റെ തലയിൽ തെറ്റുകൊണ്ട് നീ വിളിക്കുന്നത് അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. അത് തന്നെയല്ലേ അല്ലാഹ് പറഞ്ഞത്, ثم إذا مسكم الضر فإليه تجأرون. അങ്ങനെ അനുഗ്രഹങ്ങളിൽ നിന്നും എന്തെങ്കിലും അങ്ങ് പിൻവലിച്ചാൽ, ആരോഗ്യത്തെ ഒന്ന് പിൻവലിച്ചാൽ, സമ്പാദ്യത്തെ ഒന്ന് പിൻവലിച്ചാൽ, സ്വാധീനത്തെ ഒന്ന് പിൻവലിച്ചാൽ, സമാധാനത്തെ ഒന്ന് പിൻവലിച്ചാൽ, സ്വസ്ഥതയെ ഒന്ന് പിൻവലിച്ചാൽ, അല്ലാഹുവിലേക്ക് തിരിഞ്ഞു പടച്ചവനെ എനിക്ക് അനുഗ്രഹങ്ങൾ തിരിച്ചു തരണമല്ല, എന്റെ രോഗത്തെ മാറ്റിത്തരണമല്ല, എന്റെ സാമ്പത്തിക ഞെരുക്കത്തെ മാറ്റിത്തരണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കേടപേക്ഷിക്കാൻ തുടങ്ങും. എന്നിട്ട് അല്ലാഹ് തന്നെ പറയുന്നു, ثم إذا كشف الضر عنكم إذا فريق منكم بربهم يشركون. അഫ്ളലിനോട് അവനോട് ദേഷ്യം വരണ്ട, അഫ്ളൽ സംഘടനയിലാവല്ല. ഞാൻ വിശുദ്ധ ഖുർആന്റെ പ്രബോധകനാ, ഞാൻ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രവർത്തകനാ. അല്ലാഹ് പറഞ്ഞതെന്തെന്നറിയുമോ? അങ്ങനെ അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട്, അല്ലാഹുവോട് കേണപേക്ഷിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ, അവരുടെ രോഗങ്ങൾ ശിഫയാക്കപ്പെട്ടാൽ, അവരുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറ്റപ്പെട്ടാൽ, അവർ നന്ദി രേഖപ്പെടുത്താൻ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് പോവില്ല. പിന്നെ വേറെ എങ്ങോട്ടെയോ പോവുകയാ. നിലവിളക്കും കൊണ്ട് ഭീമാ പള്ളിയിൽ
പോവുകയാ, നിലവിളക്കുന്നുണ്ട് കടുവാപ്പുഴയിൽ പോവുകയാ, പട്ടും വാങ്ങിക്കൊണ്ട് പുത്തൂർ പോവുകയാണ്. പിന്നെ നന്ദി രേഖപ്പെടുത്തുന്നത് വേറെ വരെ പോയിട്ടാ, പിന്നെ നന്ദി രേഖപ്പെടുത്തുന്നത് അജ്മീർ പോയിട്ടാ. അല്ല തന്നെ പറയുന്നു, ഇല്ല ഇപ്രകാരമുള്ള മനുഷ്യന്റെ കാര്യമെന്തെന്നറിയുമോ? അല്ല കൊടുത്തതിനോട് അവർ നന്ദികേട് കാണിക്കുകയാ, അല്ല കൊടുത്തതിനോട് അവർ നന്ദികേട് കാണിക്കുകയാ. അല്ല പറയുന്നു, അല്ല തന്നത് മുഴുവനും നിങ്ങൾ അനുഭവിച്ചോ, അല്ല തന്നത് മുഴുവനും നിങ്ങൾ സ്വീകരിച്ചോ, നിങ്ങൾ സുഖലോലുകളായി ജീവിച്ചോ. എന്നാൽ നാളെ ഒരു ദിവസം വരുമ്പോൾ അന്ന് നിങ്ങൾ അറിയുന്നതാണ്, ഇന്ന് നിങ്ങൾ സുഖിച്ചോ. അള്ള പറയുന്നു, അള്ളാഹു പല കാറ്റഗറിയായി തിരിച്ചു. ഒന്നാമത്തെ കൂട്ടം അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു നിന്ന, അള്ള സമ്പത്ത് കൊടുത്തു, കച്ചവടം റാഹത്തായി. എപ്പോഴെങ്കിലും പടച്ച തമ്പുരാനൊന്ന് ബുദ്ധിമുട്ടിച്ചു, കച്ചവടം ഒന്ന് കുറഞ്ഞു, ലാഭം ഒന്ന് കുറഞ്ഞു, ഒന്ന് ഡിമ്മായി, അന്നവൻ സുബഹിക്ക് പള്ളിയിലുണ്ടാവും. പിറ്റേ ദിവസം സുബഹിക്ക് പള്ളിയിലുണ്ടാകും. ഈ സ്ഥിരമായിട്ട് പള്ളിയിൽ കയറാത്ത ഒരു പള്ളിയിൽ കയറിയാ മനസ്സിലാക്കിട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതല്ലാതെ പള്ളിയിൽ കയറില്ല. എന്തെങ്കിലും അനുഗ്രഹങ്ങൾ മുഴുവനും തന്ന് ഇത്രയും കാലം കൊണ്ട് കൊണ്ടുവന്ന ആ അള്ളാനെ വേണ്ട. അനുഗ്രഹം ഒന്ന് മാറി, ആരോഗ്യം ഉണ്ടായിരുന്നു, ഓടിച്ചാടി നടന്നു. അനുഗ്രഹം ഒന്ന് മാറിയപ്പോ പടച്ചവനെ എന്ന് വിളിച്ച് കരയും. ഒടുക്കത്തെ കുറെ നേർച്ചകളും അങ്ങ് നേർച്ച ചെയ്യും അല്ലേ? ഒടുക്കത്തെ കുറെ നേർച്ചകൾ. എന്താ ഇപ്പൊ സാധാരണ നേർച്ച എന്ന് എന്താ? ഭീമാപ്പള്ളിയിലേക്ക് ഒരു നിലവിളക്ക് കൊടുക്കാം, കടുവാപ്പള്ളിയിലേക്ക് ഒരു നിലവിളക്ക് കൊടുക്കാം. പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. വരുമ്പം തന്നെ എന്റെ പ്രിയ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അഫ്ളൽ മൂലൈ വന്നു കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്, പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും പറയരുത്. ഞാൻ അദ്ദേഹത്തെ ഇരുത്തി തന്നെ മാപ്പ് ചോദിക്കുന്നു. പറയാതിരിക്കാൻ പറ്റില്ല. ഏത് ഇസ്ലാമ? എന്ത് തെളിവാണുള്ളത്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ നേർച്ചയായി നിലവിളക്ക് കൊടുക്കാൻ എന്ത് തെളിവാണുള്ളത്? ഇത് വെറുതെ വന്നിട്ട് വാറോല പറയല്ല, പഠിച്ചിട്ട് തന്നെയാ പറയുന്നത്. അഗ്രഗണ്യരായ ഉലമാക്കളെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ധൈര്യസമേതം ഞാൻ ചോദിക്കുന്നത്. ഈ നിലവിളക്ക് നേർച്ച ബിസിനസ്സായി പോയി. ബിസിനസ് നമ്മളൊന്ന് ചിന്തിക്കണം. നേർച്ചയായിട്ട് നിലവിളക്ക് കൊണ്ട് കൊടുക്കും. ഭീമാപ്പള്ളിയിലും കടുവാപ്പള്ളിയിലും ഉൾപ്പെടെയുള്ള പള്ളികളിൽ നേർച്ചയായി കൊടുത്ത നിലവിളക്കളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പള്ളി കോമ്പൗണ്ടിലേക്ക് നിലവിളക്ക് കാരണം കടക്കാൻ പറ്റൂലായിരുന്നു. ഇത് വലിയൊരു നിലവിളക്ക് അങ്ങോട്ട് വാങ്ങിച്ചു കൊണ്ടില്ലും. ചെല്ലുന്ന ആള് യാസീനെ കോതി തവാഫൊക്കെ കഴിഞ്ഞ് വരുന്നതിന് മുമ്പേ നിലവിളക്ക് കമ്മിറ്റി ഓഫീസിൽ തിരിക്കും അല്ലേ? ചിന്തിക്കണം നമ്മൾ, എന്ത് നേർച്ചകളാ. നന്ദി ആരോടാ? അള്ളാനോടാ നന്ദി രേഖപ്പെടുത്തേണ്ടത്. ഒന്ന് ചിന്തിക്കണം. നിസ്കാരമില്ലാതെ വിശുദ്ധ ദീനുൽ ഇസ്ലാമുമായി ബന്ധമില്ലാതെ എന്ത് നേർച്ച തന്നെ ചെയ്താലും അത് പടച്ചോൻ ആവശ്യമില്ല. ആര് കൃത്യമായിട്ട് 5 നേരം നിസ്കരിക്കുന്നോ അവനാണ് അള്ളാനോട് നന്ദിയുള്ളത്. ആദ്യം കൃത്യമായിട്ട് നിസ്കരിക്കും, അള്ളാനോട് നന്ദി രേഖപ്പെടുത്തി. കുഞ്ഞിന്റെ തൊണ്ടയിൽ ഒരു മുള്ളു കുരുങ്ങിയാലും സഹോദരിമാര് തലയ്ക്കും കൈവച്ച ഒറ്റ നേർച്ചയാ. പടച്ചോനെ ഒരു പട്ടുകൊണ്ടങ്ങ് മൂടിത്തരാം അല്ലെ? ഈ ഖർബറിൽ പട്ടു മൂടുക എന്ന് പറയുന്നത് അതുകൊണ്ടൊരു പ്രതിഫലവും ഇല്ല. അനുവദനീയമാണ്, മുബാഹായ കാര്യം, അനുവദനീയ. പട്ടു മൂടാം, പക്ഷേ 10 അല്ല 100 അല്ല 1000 അല്ല 10,000ത്തിന്റെ പട്ട് കൊണ്ട് മൂടിയാലും അത് നേർച്ചയാവില്ല, അത് സ്വഹീഹാവില്ല. അതുകൊണ്ട് പൈസയുടെ പ്രതിഫലം പോലും കിട്ടാൻ പോകുന്നില്ല, ഒരു നന്ദിയും ആകുന്നില്ല. പടച്ചവനോട് നന്ദി രേഖപ്പെടുത്ത്. അല്ലാഹുവിനോട് അൽഹംദുലില്ലാഹ് പറയും. അള്ളാഹിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കും, അള്ളാഹിന്റെ മുന്നിൽ സുജൂദ് ചെയ്യും. പടച്ചവനോട് കരാർ ചെയ്യുന്നതാ, എന്റെ പ്രശ്നം പരിഹരിച്ചു തന്നവൻ, എനിക്ക് അനുഗ്രഹങ്ങൾ തന്നവൻ, എന്റെ കുടുംബത്തിൽ സമാധാനം തന്നവൻ, എന്റെ സാമ്പത്തിക നിരക്ക് മാറ്റി തന്നവൻ. പടച്ചവനെ നീ എനിക്ക് അനുഗ്രഹം തന്നതിന് പകരമായി ഞാനിതാ സമ്മതിക്കുന്നു, ഞാനൊരു പരിപൂർണ്ണ മുസ്ലിമാകും. നീ പറഞ്ഞ പോലെ ഞാനൊരു പരിപൂർണ്ണ മുസ്ലിമാകാം എന്ന് നേർച്ച ചെയ്യും. ഇതിപ്പോ നേർച്ച എന്താ? കുറെയൊക്കെ അങ്ങോട്ട് പൊഴിഞ്ഞു. ഉറൂസിന്റെ ഒരു തൊയ്ത്തുകാലം വരുമ്പോ കാണാം ബഷീർ ഹാജി നേർച്ച തൃശൂർ ബ്ലൂ ഡയമണ്ട്സിന്റെ ഗാനമേള അല്ലെ? നേർച്ച ഗാനമേള
ഒരിടത്ത് വന്നപ്പോ കാണാൻ പറ്റി അൻവാറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സംഘടന, ഏതോ ഒരു സംഘടന, അൻവാറുൽ ഇസ്ലാം എന്ന് പറയുന്ന സംഘടനയാണ് നേർച്ചയ്ക്ക് വേണ്ടി മംഗലാംകും അയ്യപ്പനെ 1,00,000 രൂപ കൊടുത്ത് നേർച്ച ചെയ്തേക്കുക. അതിന്റെ പേര് എന്താ? മംഗലാംകും അയ്യപ്പനെ നേർച്ച അൻവാറുൽ ഇസ്ലാം എന്ന് പറയുന്ന സംഘടന. ഇവിടെ പോയി മുസ്ലിം സമുദായം ആരോടാ നന്ദി? അള്ള നിന്റെ കാഴ്ച വന്നിരിച്ച ആർക്കാ തിരിച്ചു തരാൻ പറ്റുന്ന? മംഗലാംകുന്ന കർണനെ കൊണ്ട് തിരിച്ചു തരാൻ പറ്റുമോ? മംഗലാംകുന്ന അയ്യപ്പനെ കൊണ്ട് തിരിച്ചു തരാൻ പറ്റുമോ? അള്ളാഹിനോട് നന്ദിയുള്ളവരാണ്. അള്ളാഹു നാഥനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് എന്ത് വിജയമാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? മുസ്ലിം സമുദായം ചിന്തിച്ചോ? അതേപോലെ എന്റെ ചെറുപ്പക്കാർ ഓർത്തോ, അള്ള തന്ന അനുഗ്രഹങ്ങൾക്ക് അള്ളാഹിനോട് നന്ദി പ്രകടിപ്പിക്കാത്തവർ അല്ലെ? രാഷ്ട്രീയ പാർക്ക് വേണ്ടി സകലതും ചോദിപ്പിക്കാൻ തയ്യാറാണ്. ചോരയിൽ നിന്ന് കുതിർന്ന മങ്ങൾ ചോരയിൽ തന്നെ ഒടുങ്ങാൻ ആഗ്രഹിക്കുന്നു. പാർട്ടികൾക്ക് വേണ്ടി, സംഘടനകൾക്ക് വേണ്ടി. നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ ശാപമായി മാറിയ സംഘടനകൾ പരസ്പരം കടിപിടികൂടുക, പരസ്പരം വെട്ടുക അല്ലെ? ഇറച്ചി ഉലഹിയക്ക് ആടിനെ അറുത്തിട്ട് ഇറച്ചി വിളംബരം ചെയ്യുന്ന കാര്യത്തിൽ വഴക്കായി മുസ്ലിം സമുദായത്തിലെ 2 ഗ്രൂപ്പുകൾ തമ്മിൽ അടിയായി. അന്ന് ഉലഹിയോടൊപ്പം മനുഷ്യന്റെ ഇറച്ചിയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊന്നു. മുസ്ലിം സമുദായത്തിന് പറ്റിയതാ എന്ത് നന്ദിയാ? അള്ളാഹിനോടുള്ള നന്ദിയാ. മുസ്ലിമായി ജീവിക്കും, അതാ പടച്ചവനോടുള്ള നന്ദി. അള്ള ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്ന് ഈ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പർവ്വതങ്ങളെയും ഉൾപ്പെടെ സകലമായ അനുഗ്രഹങ്ങൾ തന്നതിനെ സൃഷ്ടിച്ചതെന്തിനാ? നീ ഏത് സംഘടനക്കാരനായാലും, നീ ഏത് ആശയക്കാരനായാലും, നീ ഏത് ആദർശക്കാരനായാലും, നീ ഏത് നേതാവിന്റെ അനുയായിയായാലും പരിപൂർണമായും പടച്ച തമ്പുരാന്റെ മുന്നിൽ അല്ലാഹു സമർപ്പണം നടത്തിക്കൊണ്ട് ജീവിക്കാനല്ലാതെ ഒരു കാര്യത്തിന് വേണ്ടി നിന്നെ സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹിന് വേണ്ടി ജീവിക്ക് ഏറ്റവും നല്ല നന്മയതാ, ഏറ്റവും നല്ല നന്ദി രേഖപ്പെടുത്തുക. അപ്പൊ ഒന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് അള്ളാന്റെ അനുഗ്രഹം എല്ലാം വാങ്ങിക്കും. പ്രശ്നമാകുമ്പോ അള്ളാന്റെ അടുക്കലേക്ക് ചെല്ലും. എന്നിട്ട് പ്രശ്നം മാറുമ്പോ അള്ളാനെ മറന്ന് വിട്ടുകളയും, അള്ളാനെ മറന്ന് വിട്ടുകളയും. രണ്ടാമത്തെ കൂട്ടരെ പറ്റി പഠിച്ച തമ്പുരാൻ പറയുന്നു, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമാ ഫയഖൂലു റബ്ബി അക്രമൻ ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമാ. അല്ലാഹു അനുഗ്രഹങ്ങളെല്ലാം കൊടുക്കുമ്പോ, അല്ലാഹ് ആരോഗ്യം കൊടുക്കുമ്പോ അവൻ പറയും അല്ല തന്ന ആരോഗ്യമാണല്ലോ. അള്ള കച്ചവടം കൊടുക്കുമ്പോ അവൻ പറയും എല്ലാം അള്ള തന്ന കച്ചവടമാണല്ലോ. അള്ള സൗന്ദര്യം കൊടുക്കുമ്പോ അവന് പറയും ഇത് അള്ള തന്ന സൗന്ദര്യമാണല്ലോ. എല്ലാം അള്ള തന്നതാണ്, എല്ലാം അള്ള തന്നതാണ്, എല്ലാം അള്ള തന്നതാണെന്ന് സമ്മതിക്കുന്നു, സമ്മതിക്കുന്നു, സമ്മതിക്കുന്നു. എന്നിട്ടള്ള പറയുന്നു فأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. എന്നാ പടച്ചവൻ കൊടുത്ത അനുഗ്രഹത്തിൽ എന്തെങ്കിലും പരീക്ഷണാർത്ഥം അള്ള ഒന്ന് പിടിച്ചു വെച്ചാൽ അവർ അള്ളാഹുവിനെ കുറ്റം പറയാൻ തുടങ്ങുകയാ. അള്ള എന്നെ കൈവിടിഞ്ഞല്ലോ, അള്ള എന്നെ ഇതാ കൈവിടിഞ്ഞല്ലോ, അള്ള എന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ, അള്ള എന്റെ രോഗം മാറ്റുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമുക്ക് ഓരോരുത്തർക്കും പറ്റിപ്പോകുന്നതാ. പലരും പറയാറുണ്ട് ഉസ്താദേ കുറെ ദുആ ചെയ്തു, ഒരുപാട് ഇബാദത്ത് ചെയ്തു, ഒരുപാട് ദിക്ർ ചെയ്തു, ഒരുപാട് സ്വലാത്ത് ചെയ്തു, ഒരുപാട് ദുആ ചെയ്തു, പക്ഷേ പടച്ചവൻ സ്വീകരിക്കുന്നില്ല, അള്ള നമ്മുടെ വിളി കേൾക്കുന്നില്ല എന്ന് നന്ദി കെട്ട വർത്താനം പറയല്ലേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ. എന്തു തന്നാലും സ്വീകരിക്കാൻ തയ്യാറാവുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താണ്? അജബല്ലി അംരിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ കാര്യം ഭയങ്കര അത്ഭുതമാ, ഭയങ്കര ആശ്ചര്യകരമാ. കാരണം എന്തെന്നറിയുമോ? ഇദാ അസാഫത്തുഹു സർറാ ശകറ ഫകാന ഖൈറൻ ലാ. അവനെന്തെങ്കിലും സന്തോഷമുണ്ടായ കാര്യമുണ്ടായാൽ അവൻ അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നതാണ്. അവൻ അല്ലാഹുവോട് മാത്രം നന്ദിയുള്ളവനാ. വേറെ എവിടേക്കും നന്ദി പ്രകാശിപ്പിക്കാൻ പോകില്ല, വേറെ എവിടേക്കും അവൻ കാര്യങ്ങൾ അർപ്പിക്കാൻ പോകില്ല. ശകറ അല്ലാഹുവോട് നന്ദിയുള്ളവനാകും, അല്ലാഹുവോട് നന്ദിയുള്ളവനാകും. എന്നിട്ട് വീണ്ടും അല്ലാഹു പറഞ്ഞു ഇദാ മസ്സത്തുഹു ദർറാ, ഇനി അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ സബറ ഫകാന ഖൈറൻ ലാ, അവൻ അവളെ ക്ഷമിക്കുകയാ. അല്ലാഹുവിനെ കുറ്റം പറയുന്നില്ല, അല്ലാഹുവിന്റെ വിധിയെ
കുറ്റം പറയുന്നില്ല, അള്ളാന്റെ ഉത്തരത്തെ കുറ്റം പറയുന്നില്ല, അള്ളാന്റെ കഴിവിനെ കുറ്റം പറയുന്നില്ല. പിന്നെയോ പടച്ചവൻ തന്നതാണല്ലോ എന്ന് കരുതിക്കൊണ്ടവൻ ക്ഷമിക്കുകയാ. ഒരു സത്യവിശ്വാസിക്ക് പറ്റേണ്ടതാണ്. അങ്ങനെയാകണം ഒരു സത്യവിശ്വാസി. അള്ളാഹ് അനുഗ്രഹങ്ങൾ തരുമ്പോൾ പരിപൂർണമായും അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവൻ, അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തുന്നവർ. അള്ളാന്റെ ഭാഗത്തു നിന്നും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ പടച്ചവനെ ഇത് നീ തന്നതാണല്ലോ എന്ന് മനസ്സിലാക്കി ക്ഷമിക്കുന്നവർ, ക്ഷമ അവലംബിക്കുന്നവർ. അതാണ് ഒരു മുസ്ലിം. ഒരു മുസ്ലിം അങ്ങനെയാകണം. ഒരു മുസ്ലിമിന്റെ രീതി അതാ. തീർന്നില്ല, മൂന്നാമതൊരു കൂട്ടരെ കൂടി അല്ല പറയുന്നുണ്ട്. മൂന്നാമതൊരു കൂട്ടരെ കൂടി അല്ല പറയുന്നുണ്ട്. ഈ കൂട്ടരെയൊക്കെ പറയുമ്പോ നമ്മൾ ചിന്തിക്കണം, നമ്മളൊക്കെ ഈ കൂട്ടത്തിൽ പെട്ടവരാണോന്ന്. നമ്മളൊക്കെ അള്ളാനോട് നന്ദിയുള്ളവരാണോ അതോ നാഥനോട് നന്ദികേട് കാണിക്കുന്നവരാണോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാ. മൂന്നാമത്തെ കൂട്ടരെ പറ്റി അള്ള പറഞ്ഞതെന്തെന്നറിയുമോ? അവര് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ തുടങ്ങും. പടച്ചവനെ നീ എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ, പടച്ചവനെ നീ ഞങ്ങൾക്ക് സുന്ദരനായ സുമുഖിയായ സദ്വൃത്തയായ ഒരു കുഞ്ഞിനെ തന്നാൽ ഞങ്ങൾ നിന്നോട് നന്ദി പ്രകാശിപ്പിക്കാമല്ല, ഞങ്ങൾ നിന്നോട് നന്ദിയുള്ളവരാകാമല്ല. നീ പറഞ്ഞ പോലെ ആ കുഞ്ഞിനെ വളർത്താമല്ല, നീ പറഞ്ഞ പോലെ അവളെ ദീനിന് വേണ്ടി ചെലവഴിക്കാമല്ല എന്നൊക്കെ അല്ലാന്റെ അടുത്ത് കരഞ്ഞു പിടിഞ്ഞ് സന്താനത്തെ വാങ്ങുകയാ. എന്നിട്ടോ പറയുന്നു, ഞാൻ അവർക്ക് സന്താനത്തെ കൊടുക്കുമ്പോൾ എന്നാ സ്വാലിഹായ സദ്വൃത്തയായ സുന്ദരനായ സുമുഖിയായ ഒരു കുഞ്ഞിനെ ഞാൻ അവർക്ക് കൊടുത്താൽ അല്ല പറയുന്നു, അങ്ങനെ ഞാൻ കുഞ്ഞിനെ കൊടുത്താൽ അല്ല കൊടുത്ത കുഞ്ഞിനെ അവരുടെ പാർട്ട്ണർഷിപ്പ് വെക്കുകയാ. കുഞ്ഞുണ്ടായില്ലല്ലോ, വർഷങ്ങൾ കഴിഞ്ഞാണല്ലോ കുഞ്ഞുണ്ടായത്. എവിടെ നിന്ന് കുഞ്ഞുണ്ടായെന്ന് ചോദിച്ചാ അല്ല തന്നതും ഒറ്റയടിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. പിന്നെന്ത് പറയും? ഇന്ന ഡോക്ടറെ പോയി കണ്ടു, ഇന്ന ഡോക്ടറെ മരുന്ന് കഴിച്ചു, അതുകൊണ്ട് കുഞ്ഞുണ്ടായി, അതുകൊണ്ട് കുഞ്ഞുണ്ടാവണോ? നിങ്ങളും അവിടേക്ക് പോവുക. ഏതൊരല്ല നിനക്ക് സന്താനത്തെ തന്നോ, ഏതൊരല്ല നിനക്ക് അനന്തരാവകാശിയെ തന്നോ, അള്ളാനെ മറന്നുകൊണ്ട് നന്ദി കെട്ട വാർത്ത പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര, അതുപോലെ മുസ്ലിം സമുദായത്തിന് വന്നു പോയല്ലോ. അള്ളാഹു അങ്ങനെ തരുമ്പോ നന്ദി രേഖപ്പെടുത്താൻ ഭീമാപ്പള്ളിയിൽ ചോറൂണ് നടത്തുക. അല്ലേ? അള്ള കുഞ്ഞിനെ തരുമ്പോ നന്ദി എന്താ? ഭീമാപ്പള്ളിയിൽ വെച്ച് ചോറൂണ് നടത്തുക, കടുവാപ്പള്ളിയിൽ പോയി ചോറൂണ് നടത്തുക, അജ്മീർ പോയി ചോറൂണ് നടത്തുക. എന്തടിസ്ഥാനമായതിന്? എന്തടിസ്ഥാനമായതിന്? സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? അള്ളാന്റെ റസൂല് ചെയ്തിട്ടുണ്ടോ? മുൻഗാമികളായ ഇമാമിങ്ങളുടെ ഒരു വാക്കെങ്കിലും അടിസ്ഥാനമുണ്ടോ? കുഞ്ഞു ജനിക്കുമ്പോ ചോറൂണ് നടത്താൻ ആകെ ഒരു അടിസ്ഥാനമുണ്ട്. എന്താ? ഹൈന്ദവ സഹോദരി സഹോദരന്മാര് കുഞ്ഞുണ്ടാവുമ്പോ ഗുരുവായൂർ പോയി ചോറൂണ് നടത്തും എന്നല്ലാതെ വേറെ ആരും ഇത് ചെയ്ത് കണ്ടിട്ടില്ല. ആ സമയത്ത് വല്ല പാവങ്ങൾക്കും ചോറ് കൊടുത്ത അൽഹംദുലില്ലാ നല്ലതാ, അതിന്റെ കൂലി കിട്ടും, അതിന്റെ കൂലി കിട്ടും എന്നല്ലാതെ എവിടെ പോയി ചോറ് കൊടുത്തെന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ ഒരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തലൊന്നും ഇസ്ലാമിലില്ല. പിന്നെ എന്താ ചെയ്യുന്നേ? കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ മുത്തുപ്പേട്ടയിൽ പോയിട്ട് എന്താ മരത്തിൽ ഒരു തൊട്ടിൽ കെട്ടിയേക്കാം. നേർച്ചകളാ, നന്ദി രേഖപ്പെടുത്തലാ മുസ്ലിം സമുദായത്തിൽ. ഓർക്കണേ, എവിടെ നിന്ന് കിട്ടിയതായത്? എവിടെ നിന്ന് കിട്ടിയതായത്? അള്ളാന്റെ ഖുർആന അങ്ങനെയുള്ള ആളുകളെ പറഞ്ഞത് അള്ളാഹ് അവർക്ക് കുഞ്ഞിനെ കൊടുത്തപ്പോ, അള്ളാഹ് അവർക്ക് സന്താനത്തെ കൊടുത്തപ്പോ അവർക്ക് അള്ളാനെ വേണ്ട, അവർക്ക് അള്ളാനോട് നന്ദിയില്ല. അവര് പറയുന്നു, ഇന്ന ഡോക്ടറെ മരുന്ന് കഴിച്ചു, അതുകൊണ്ട് എനിക്ക് കുഞ്ഞുണ്ടായി. ശരി തന്നെയാ, ആയിക്കോട്ടെ. പക്ഷേ അള്ളാഹു തരാതെ നിനക്ക് ആരാ സന്താനത്തെ തരുന്നത്? അള്ളാഹ് തന്നിനക്ക് സന്താനം വേണ്ട എന്ന് ഉദ്ദേശിച്ചാൽ ഏത് മരുന്ന് കഴിച്ചാലാ നിനക്ക് കുഞ്ഞുണ്ടാകുന്നത്? ഇല്ല, അള്ളാനോട് നന്ദിയുള്ളവരാവുക. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഒരുപാട് സമയമായി. നാം പടച്ചവനോട് നന്ദിയുള്ളവരാക്കണം.
പരിപൂർണമായും അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തുന്നവരാകണം. അല്ല, അള്ളാഹുവിനോട് മാത്രം നന്ദി രേഖപ്പെടുത്തുന്നവരാകണം. അള്ളാഹുവിനോട് മാത്രം നന്ദി രേഖപ്പെടുത്തുന്നവരാകണം. അള്ളാഹ് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തലിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? അത്തഹദ്ദുസു ബിമാ നിഅമത്തുല്ലാഹ്. അള്ളാഹ് തന്ന അത്തഹദ്ദുസു ബിനിഅമത്തില്ലാഹ്. അള്ളാഹ് തന്ന അനുഗ്രഹങ്ങളെ പറ്റി പറയൽ, അള്ളാഹ് തന്ന അനുഗ്രഹങ്ങളെ പറ്റി പരസ്പരം പറയൽ ശുക്റുൻ, അതല്ലാഹുവിനോടുള്ള നന്ദിയാൽ, അതല്ലാഹുവിനോടുള്ള നന്ദിയാൽ. വതർക്കുഹാ കുഫ്റുൻ, എന്നാൽ അള്ളാഹ് തന്ന അനുഗ്രഹങ്ങളെ പരസ്പരം പറയാതിരിക്കൽ അള്ളാഹുവിനോടുള്ള നന്ദിയാണ്. അള്ളാഹ് തന്ന അനുഗ്രഹം, അള്ളാഹ് തന്ന കണ്ണ്, അതിനെപ്പറ്റി പറയാ. അതിന് നമുക്കത് പറ്റുന്നുണ്ടോ? ഇന്നത്തെ ദിവസം എന്തൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടാകും. അസീം ത്രിവേദി അറസ്റ്റ് ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ടാകും. ആസാം കലാപത്തെ പറഞ്ഞിട്ടുണ്ടാകും. മ്യാൻമറിലെ കലാപത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടാകും. അബ്ദുൽ നാസർ മഅദനിയോടുള്ള നീതി നിഷേധത്തെ പറഞ്ഞിട്ടുണ്ടാകും. കൽക്കരി പ്രശ്നത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടാകും. എമേർജിംഗ് കേരളയെ പറ്റി പറഞ്ഞിട്ടുണ്ടാകും. എല്ലാം പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ നിനക്ക് സർവ്വ അനുഗ്രഹങ്ങളും തന്ന ജഗം നിയന്താവായ സർവേശ്വരനായ ഏകനായ അള്ളാഹനെ പറ്റി ഒന്ന് പറയാൻ പറ്റിയിട്ടുണ്ടോ? അള്ളാഹ് തന്നെ എണ്ണിയാലൊടുങ്ങാത്ത മഹത്തായ ബൃഹത്തായ അനുഗ്രഹങ്ങളെ പറ്റി പറയാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? നമുക്കൊന്നും പറ്റുന്നില്ല. ഇനി അഥവാ ആരെങ്കിലും വരി അല്പസമയം ഇരിക്കും, അള്ളാഹ് നമുക്ക് എന്ന അനുഗ്രഹങ്ങളെ പറ്റി പറയാൻ പറ്റി പറഞ്ഞ എന്റെ പൊന്നളിയാ പെട്ടെന്ന് വിട്ടോന്നാ പറയുന്നേ. അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ പറ്റി പരസ്പരം ചർച്ച ചെയ്യുക. അള്ളാഹ് തന്ന കണ്ണിനെ ചർച്ച ചെയ്യുക. അള്ളാഹ് തന്ന കാതിനെ ചർച്ച ചെയ്യുക. അള്ളാഹു തന്ന സർവ്വ അനുഗ്രഹങ്ങളെ പറ്റിയും ചർച്ച ചെയ്യുക. അതല്ലാഹുവോടുള്ള നന്ദിയാണ്, അതല്ലാഹുവോടുള്ള നന്ദിയാണ്. അതുപോലെയുള്ള ചെറുപ്പക്കാരാ, അള്ളാഹുവോട് നന്ദിയുള്ളവരാവുക. നിനക്ക് ആരോഗ്യം തന്ന അല്ലാഹ്, നിനക്ക് സർവസ്വവും തന്ന അല്ലാഹ്, നിനക്ക് സർവ്വ ഊർജവും തന്ന അല്ലാഹ്, നിനക്ക് സർവ്വ ആർജവവും തന്ന അല്ലാഹ്, അല്ലാഹുവോട് നന്ദി രേഖപ്പെടുത്തുക. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതെന്തെന്നറിയുമോ? നാളെ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് ഓരോരുത്തരും ചെല്ലുമ്പോ അല്ലാഹ് ചോദിക്കും, ഇബ്നു ആദം, അല്ലയോ അവന്റെ പുത്രായേ മനുഷ്യരെ, ഞാൻ നിനക്ക് ആരോഗ്യം തന്നില്ലേ? ഞാൻ നിനക്ക് കണ്ണു തന്നില്ലേ? ഞാൻ നിനക്ക് കാത് തന്നില്ലേ? ഞാൻ നിനക്ക് സുന്ദരിയായ ഭാര്യയെ തന്നില്ലേ? ഞാൻ നിനക്ക് വാഹനങ്ങൾ തന്നില്ലേ? ഞാൻ നിനക്ക് സാമ്രാജ്യം തന്നില്ലേ? ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം തന്നില്ലേ? അള്ള എല്ലാം ചോദിക്കുമ്പോ പടച്ചവനെ നീ തന്നതാ, പടച്ചവനെ നീ തന്നതാ, പടച്ചവനെ നീ തന്നതാണ്, നീ തന്നതാണ്, നീ തന്നതാണ് എന്നല്ലാരോട് എല്ലാം സമ്മതിച്ചു പറയുമ്പോ അള്ള ചോദിക്കുന്നു, എന്നിട്ട് ഞാൻ അനുഗ്രഹങ്ങൾക്ക് നീ എന്ത് നന്ദിയാണടാ ചെയ്തത്? ഞാൻ അനുഗ്രഹങ്ങൾക്ക് നീ എന്നാ എന്നോട് നന്ദി രേഖപ്പെടുത്തിയത് എന്നുള്ള ചോദിക്കുമ്പോൾ മുസ്ലിം ചെറുപ്പക്കാരാ, എന്ത് മറുപടിയാണടാ നിനക്ക് പറയാനുള്ളത്? അല്ല തന്നെ കണ്ടുകൊണ്ട് ഹറാമ് കണ്ട ചെറുപ്പക്കാരാ, ഈ കണ്ട പ്രകാരം ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ കല്ലുവാദിക്കൽ ഹൈറുന്നിസയിലെ കല്ലുകുടി ചടിച്ചുറോ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമോ? ജീവിതം കടിച്ചുറോ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമോ? കല്ലുകുടിച്ച് ഫീസായി പോയെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമോ? പാതിരാത്രിയുടെ നിശബ്ദതയിൽ അതിൽ ചൊല്ലി സിനിമകൻ കടിച്ചുമോ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമോ? പടച്ചവനെ മയക്കമരുന്ന് ഉപയോഗിച്ചടിച്ചുമോ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ള തന്ന സുന്ദരമായ കണ്ണുണ്ടല്ലോ, അള്ള തന്ന സുന്ദരമായ കണ്ണ്, നീ എന്ത് നന്ദിയാണടി എന്നോട് ചെയ്തതെന്ന് ചോദിക്കുമ്പോ പടച്ചവനെ ആ കണ്ണിന്റെ പുരികങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധ ചെയ്തു, ആ കണ്ണിന്റെ സൈഡിലെ കൈലൈനത് കൊണ്ട് വരച്ചു, ആ കണ്ണിന് കാജാമശിയൊക്കെ പുരട്ടി അന്യന്റെ മുന്നിലൂടെ സുന്ദരിയായി ചെത്തി നടന്നു നാഥ എന്നല്ലാണ്ട് മുന്നിൽ മറുപടി പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമോ? എന്റെ ചെറുപ്പക്കാരാ, അള്ള തന്ന ശരീരം, അള്ള തന്ന ആരോഗ്യം, അള്ള തന്ന സാമർത്ഥ്യം, സർവസ്വവും നീ അല്ലാഹുവിന് കൊടുക്കുക, സർവസ്വവും നീ അല്ലാഹുവിന് കൊടുക്കുക. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്താണ്? ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അള്ള നിനക്ക് തന്ന ആയുസ്സുണ്ടല്ലോ, അള്ള നിനക്ക് തന്ന സമ്പത്തുണ്ടല്ലോ, അള്ള നിനക്ക് തന്ന സർവൈശ്വര്യമുള്ള ഈ
ഈ ശരീരമുണ്ടല്ലോ, അല്ലാഹു നിനക്ക് തന്ന ആരോഗ്യമുള്ള ശരീരമുണ്ടല്ലോ, ഇത് അല്ലാഹുവിന് വേണ്ടി നീ കൊടുത്താൽ, അല്ലാഹു നിനക്ക് ചോദിക്കുമ്പോ നീ അത് തിരിച്ചു കൊടുത്താൽ, അല്ലാഹു നിനക്ക് സ്വർഗം തരുമല, അല്ലാഹു നിനക്ക് സ്വർഗം തരുമല. അല്ലാഹു തന്ന ശരീരം അല്ലാഹുവിന് വേണ്ടി നീ കൊടുത്താൽ അല്ലാഹു നിനക്ക് സ്വർഗം തരുമല. എങ്ങനെയാണ് അല്ലാഹു കൊടുക്കേണ്ടതെന്നറിയുമോ? യുഖാതിലൂന ഫീ സബീലില്ലാഹ് ഫയഖ്തുലൂന വയഖ്തലൂൻ. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗ്ഗത്തിൽ ധർമ്മത്തിൽ ഏർപ്പെട്ടോ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിക്കോ, വിദ്യാർത്ഥി ശിർക്കുകൾക്കെതിരെ പോരാടിക്കോ, വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ തകർത്ത് തരിപ്പണമാക്കാൻ വരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരിൽ പോരാടിക്കോ. യുഖാതിലൂന ഫീ സബീലില്ലാഹ്. അങ്ങനെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നീ രംഗത്ത് വന്നാൽ അല്ലാഹു പറഞ്ഞതെന്തെന്നറിയുമോ? വഅദൻ അലൈഹി ഹഖ്ഖൻ ഫിത്തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ. അല്ലാഹുവിന് വേണ്ടി ആര് ശരീരം കൊടുക്കുന്നു, അല്ലാഹുവിന് വേണ്ടി ആര് സമ്പത്ത് കൊടുക്കുന്നു, അല്ലാഹുവിന് വേണ്ടി ആര് സമയം കൊടുക്കുന്നു, അല്ലാഹുവിന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പുണ്യപ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങളുമായി, വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മുബാറക്കായ ദഅവത്തിന്റെ പരിശ്രമമായി, വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മുബാറക്കായ ജിഹാദിന്റെ പ്രതിഫലവുമായി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ, തൗഹീദിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി നീ പോരാടിയാൽ അല്ലാഹുവിന്റെ വാഗ്ദാനമാണ് വഅദൻ അലൈഹി ഹഖ്ഖാ ഫിത്തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ. തൗറാത്തിലൂടെയും ഇൻജീലിലൂടെയും ഖുർആനിലൂടെയും അല്ലാഹുവിന്റെ വാഗ്ദാനം നിനക്ക് സ്വർഗം തരാമെന്നാണ്, നിനക്ക് സ്വർഗം തരാമെന്നാണ്, നിനക്ക് സ്വർഗം തരാമെന്നാണ്. അതേ അല്ലാഹു പറയുന്നു, ഖുർആൻ പഠിപ്പിച്ചത് അല്ലാഹുവിനോട് നന്ദി കാണിച്ചാൽ സ്വർഗം തരാമെന്ന. അതേ അല്ലാഹു പറയുന്നു, ബൈബിൾ പഠിപ്പിച്ചത് ഏകദൈവത്തിനോട് നോട് പ്രകാശിപ്പിച്ചാൽ സ്വർഗം തരാമെന്ന. അതേ അല്ലാഹു പറയുന്നു, ലോകത്തുള്ള മുഴുവൻ വേദഗ്രന്ഥങ്ങളും പഠിപ്പിച്ചത് ഏകദൈവത്തോട് നോട് പ്രകാശിപ്പിച്ചാൽ സ്വർഗം തരാമെന്ന. അതുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി ശരീരത്തെ കൊടുത്തോ, ഹറാമുകളിൽ നിന്നും ഒഴിവായിക്കൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചുകൊണ്ട് അഹ്ലുസുന്നയുടെ ആശയാദർശങ്ങളിൽ മുഴങ്ങി നന്ദിയുള്ള ദാസനായി ജീവിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടുമെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹു തന്ന ആരോഗ്യം കൊണ്ട് നീ ഉത്സവപ്പറമ്പുകളിൽ കുടിച്ചു കൂത്താടാനുള്ളവനല്ല. അല്ലാഹു തന്ന ആരോഗ്യം കൊണ്ട് നീ പള്ളിപ്പെരുന്നാളുകൾക്ക് കുടിച്ചു കൂത്താടാനുള്ളവനല്ല. അല്ലാഹു തന്ന ആരോഗ്യങ്ങൾ കൊണ്ട് റൂൾസിന്റെ കേന്ദ്രങ്ങളിൽ കുടിച്ചു കൂത്താടേണ്ടവനല്ല. പിന്നെയോ ദൈവം തന്ന ശരീരം നീ ദൈവത്തിന് വേണ്ടി കൊടുക്കുക. ദൈവം തന്ന ശരീരം നീ ദൈവത്തിന് വേണ്ടി കൊടുക്കുക. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറഞ്ഞ പോലെ കൃത്യമായി നിസ്കാരം അനുഷ്ഠിക്കുന്നവനാകുക. അല്ലാഹു പറഞ്ഞ പോലെ ഹറാമുകളിൽ നിന്നും ഒഴിവായവനാകുക. അല്ലാഹു പറഞ്ഞ പോലെ ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുക. എന്റെ ഹൈന്ദവ സഹോദരന്മാർ, എന്റെ ക്രൈസ്തവ സഹോദരന്മാർ ശബ്ദം കേൾക്കുന്നെങ്കിൽ, ദൈവം നിങ്ങൾക്ക് ശരീരം തന്നത് കള്ളു കുടിച്ച് നശിപ്പിക്കാനല്ല. ദൈവം നിങ്ങൾക്ക് ശരീരം തന്നത് അന്യന്റെ പെൺമക്കളെയും ഭാര്യമാരെയും സഹോദരന്മാർക്കും കൊടുത്ത് വ്യഭിചാരത്തിലൂടെ നശിപ്പിക്കാനല്ല. ദൈവം നിങ്ങൾക്ക് ശരീരം തന്നത് കലാപാന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ചെടുത്ത് പരസ്പരം വെട്ടിച്ചാവാൻ വേണ്ടിയല്ല. പിന്നെയോ ആ ശരീരം ദൈവത്തിന് വേണ്ടി കൊടുക്കുക, ആ ശരീരം യഹോവയ്ക്ക് വേണ്ടി കൊടുക്കുക, ആ ശരീരം ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞ പോലെ ധർമ്മത്തിന് വേണ്ടി കൊടുക്കുക. യുദ്ധം ചെയ്യാൻ, ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഈ നിശ്ചയിച്ചോ, ഈ നിശ്ചയിച്ചോ. സ്വർഗപ്രാപ്തേന നിനക്ക് സ്വർഗമാണുള്ളത്, നിനക്ക് സ്വർഗമാണുള്ളത്. അതുകൊണ്ട് ദൈവത്തിനോടുള്ള നന്ദി സൂചകമായി ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, ഏക ഇലാഹായ ആഗ്രഹിച്ചതുപോലെ പരിപൂർണ്ണ മുസ്ലിമായി ജീവിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് പറയുകയാണ്. എന്തെന്ന് പറഞ്ഞാലും അള്ളാഹനെ കുറ്റം പറയാൻ പറ്റില്ല, എന്തെന്ന് പറഞ്ഞാലും പടച്ചവനോട് നന്ദി രേഖപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. അറിയില്ലേ, മഹാനായ റസൂലുള്ളാഹി തങ്ങൾ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, റസൂലുള്ളാഹി തങ്ങൾ മക്കയിലും മദീനയിലും ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് പീഡനങ്ങൾ സഹിച്ചു, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂൽ പാദരാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ ഒഴുകുമ്പോൾ മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ കാണുകയാ, അല്ലാഹുവിന്റെ റസൂൽ പാദരാത്രി എഴുന്നേറ്റ് നിൽക്കുന്നു. മക്കയിൽ കല്ലെറി കൊണ്ട, ത്വായിഫിലെ കല്ലെറി കൊണ്ട
കയറുകൾ കൊണ്ട് കഴുത്ത് വലിച്ചു മുറുക്കപ്പെട്ട, മദീനയിൽ വന്നിട്ടും ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്ന, ഇസ്ലാമിനെതിരെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കേൾക്കേണ്ടി വന്ന റസൂലുള്ളാഹി തങ്ങൾ, എന്റെ പ്രിയതമൻ ഇതാ പാദരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ കാലുകൾ ഇങ്ങനെ നീര് വെച്ചിട്ടും നീര് പൊട്ടി ഒഴുകാൻ തുടങ്ങുന്നു. സഹിക്കാൻ പറ്റിയില്ല ആയിഷ സിദ്ദീഖ ചോദിച്ചു പോയി, അതസ്നഉ ഹാദാ യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് നബിയെ ഇങ്ങനെ ചെയ്യുന്നത്? ഫഖദ് ഗഫറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. നബിയെ, താങ്കൾ പരിശുദ്ധനാ, താങ്കൾ പാപത്തിലേക്ക് പോവില്ല, ഇനി പോയാൽ പോലും മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ടല്ലോ നബിയെ. എന്തിനാ ഇങ്ങനെ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് ആയിഷയോട് ചോദിച്ചു, ആയിഷ അഫലാ അകൂനു അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള ദാസനാകണ്ടേ ആയിഷ, ഞാനൊരു നന്ദിയുള്ള ദാസനാകണ്ടേ ആയിഷ? എന്റെ ചെറുപ്പക്കാര, നന്ദിയുള്ള ദാസനാവുക. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നന്ദിയുള്ള ദാസിയായി തീരുക. അറിയുമോ, മഹദിയായ ഫാത്തിമത്തു സഹ്റ ബത്തൂർ റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു. അറിയുമോ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തെ പഠിപ്പിച്ചതെന്താ? റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതെന്താ? ലൈസൽ മുഅ്മിനു ബില്ലദീ യശ്ബഉ ജാറുഹു ജാഇഉൻ ഇലാ ജംബി. ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നവൻ, അവൻ ഹൈന്ദവനായാലും ക്രൈസ്തവനായാലും ആരായാലും, അവൻ വിശന്ന് കഴിയുമ്പോ തൊട്ടടുത്ത വീട്ടിൽ വയറു നിറച്ച് കഴിയുന്നതായ മുസ്ലിം, അവൻ മുസ്ലിമേ അല്ല, അവൻ ഇസ്ലാമിൽ സ്ഥാനമേയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ മുഴുവൻ പട്ടിയെ മാറ്റാൻ ശ്രമിച്ച മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഈ ഓരോ പഠനങ്ങളും സഹാബാക്കൾക്ക് കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, പെരുന്നാളിന്റെ ദിവസങ്ങളിൽ, പെരുന്നാളിന്റെ തലേ ദിവസം റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു സഹാബത്തിനോട്, നാളെ പെരുന്നാളാണ്, ഒരു മാസം വ്രതം അനുഷ്ഠിച്ച നിങ്ങൾ നാളെ പെരുന്നാളിന് വേണ്ടി ഈദ്ഗാഹിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ നിങ്ങൾ അല്പം ഭക്ഷണം കഴിച്ചിട്ട് പോവുക. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ മസ്ജിദുൻ നബവിയുടെ തിണ്ണയിൽ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ശ്രദ്ധിച്ചു, ഉപ്പ പറയുന്നത് എന്താ? നാളെ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ. ഹസനും ഹുസൈനും പരസ്പരം നോക്കി, നാളെ ഞങ്ങൾക്ക് വേറെ നിറച്ച ഭക്ഷണം കിട്ടുമല്ലോ, നാളെ ഞങ്ങൾക്ക് നല്ല പത്തിരി കിട്ടുമല്ലോ, നാളെ ഞങ്ങൾക്ക് നല്ല മാംസാഹാരം കിട്ടുമല്ലോ എന്ന് കരുതി ആ പിഞ്ചുമക്കൾ പോയി കിടന്നുറങ്ങി. അടുത്ത ദിവസം അല്ലാഹുവിന്റെ റസൂൽ തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ റസൂലുള്ളാഹിനെ കേൾക്കാൻ പറ്റിയത് പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയുടെ വീട്ടിൽ നിന്നുള്ള കരച്ചില. അല്ലാഹുവിന്റെ റസൂലിന് കേൾക്കാൻ പറ്റിയത് ഫാത്തിമത്തു സഹ്റ ബത്തൂരുടെ വീട്ടിൽ നിന്നും പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ ഹസന്റെയും ഹുസൈന്റെയും കരച്ചില. അല്ലാഹുവിന്റെ റസൂൽ പെട്ടെന്ന് തഹജ്ജുദ് നിസ്കരിച്ചു. എന്നിട്ട് മഹദിയായ ഫാത്തിമയുടെ വീട്ടിലേക്ക് പോയി. ഫാത്തിമത്തു സഹ്റ ബത്തൂരിന്റെ കതക് തട്ടാൻ തുടങ്ങി. ഫാത്തിമ റളിയല്ലാഹു അൻഹയും മഹാനായ അലിയാരെ തങ്ങളും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കതക് തട്ടിയിട്ട് പറഞ്ഞു, ഫാത്തിമ കതക് തുറക്കൂ മോളെ, ഫാത്തിമ കതക് തുറക്കൂ മോളെ, ഫാത്തിമ. മഹദിയായ ഫാത്തിമത്തു സഹ്റ ബത്തൂർ റളിയല്ലാഹു അൻഹ വന്ന് കതക് തുറക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ കാണുകയാണ്, എന്റെ പൊന്നുമോളിതാ കരയുകയാണ്, എന്റെ പൊന്നുമോളുടെ മുഖമെല്ലാം ഇതാ കരഞ്ഞുപാട് തളർന്നിരിക്കുകയാണ്, എന്റെ പൊന്നുമോളുടെ ശരീരം ഇതാ തളർന്നൊരു കോലമായിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പൊന്നുമോളോട് ചോദിച്ചു, ഫാത്തിമ എന്റെ മക്കൾ എന്തിനാണ് കരയുന്നത് ഫാത്തിമ? എന്റെ മക്കൾ എന്തിനാണ് കരയുന്നത് ഫാത്തിമ? മഹദിയായ ഫാത്തിമത്തു സഹ്റ ബത്തൂർ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ മക്കൾ വിഷമിന് കരയുകയാണ് നബിയേ, എന്റെ മക്കൾ വിഷമിന് കരയുകയാണ് നബിയേ. സമുദായത്തിന്റെ വിഷപ്പടക്കാൻ വേണ്ടി അഹോരാത്രം പാടുപെട്ട് പരിശ്രമിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ പേരമക്കൾ കഷ്ടപ്പാടിലാണ്, അവര് വിശപ്പ് കൊണ്ട് അനുഭവിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഫാത്തിമ നിനക്കവർക്ക് പാല് കൊടുത്തുകൂടെ ഫാത്തിമ? എന്റെ മക്കൾക്ക് പാല് കൊടുത്തുകൂടെ ഫാത്തിമ? മഹദിയായ ഫാത്തിമത്തു സഹ്റ ബത്തൂരാരാ സയ്യിദത്തുൻ നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ തരുണികളുടെ നേതാവ, സ്വർഗീയ ഹൂറികളുടെ രാജ്ഞിയ ഫാത്തിമ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, അവർക്ക് പാല് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ദിവസങ്ങളോളം ഈ ഫാത്തിമ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഈ ഫാത്തിമാന്റെ മാറിടങ്ങളിൽ പാല് വറ്റിപ്പോയി നബിയേ,
അതുകൊണ്ട് എനിക്ക് പാല് കൊടുക്കാൻ പറ്റുന്നില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പൂന്തറയിലെ ഏത് പെണ്ണിനായി അവസ്ഥ വന്നിരിക്കുന്നത്? പൂന്തറയിലെ ഏത് സഹോദരിയുടെ പൊന്നുമക്കളാ വിശപ്പ് കൊണ്ട് കരയേണ്ടി വന്നത്? ഇത്രത്തോളം ത്യാഗം സഹിച്ച ഫാത്തിമ അറിയുമോ? പെരുന്നാളിന്റെ ദിവസം ഹസനെയും ഹുസൈനെയും കയ്യിൽ പിടിച്ച് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പോകുമ്പോ ഹസനും ഹുസൈനും കാണുകയാ. തങ്ങളോടൊപ്പം മസ്ജിദുൻ നബവിയുടെ തിണ്ണയിൽ ഓടിക്കളിക്കുന്ന ഞങ്ങളുടെ കൂട്ടുകാർ, ഞങ്ങളുടെ കളിക്കൂട്ടുകാർ അവരതാ പുത്തൻ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുകയാ. അവരതാ പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുകയാ. ഹസനും ഹുസൈനും ഒരു നിമിഷം തങ്ങളുടെ വസ്ത്രം ഇങ്ങനെ പിടിച്ചു നോക്കുകയാണ്. ദിവസങ്ങളോളം പഴക്കമുള്ള വസ്ത്രമാ, ദിവസങ്ങളോളം പഴക്കമുള്ള വസ്ത്രമാ. അഴുക്കായ വസ്ത്രം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ കഴുകി തന്നിരിക്കുകയാ. കീറിപ്പോയ ഭാഗങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ കൊണ്ടം വെച്ച് വെച്ചിരിക്കുകയാ. അങ്ങനെയുള്ള വസ്ത്രമാ ഞങ്ങൾ ധരിച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപിടിച്ച് ചുലുക്കിയിട്ട് ചോദിച്ചു, ഉപ്പാ ഇന്നലെ പള്ളിയിലിരുന്നു കൊണ്ട് പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് പെരുന്നാൾ നിസ്കാരത്തിന് പോകാൻ ഉപ്പല്ലേ പറഞ്ഞത്? ഉപ്പാ അത് കണ്ടോ? ഞങ്ങളുടെ കൂട്ടുകാർക്ക് പുതിയ വസ്ത്രമുണ്ട്. ഞങ്ങളെ കൂട്ടുകാർ സന്തോഷിക്കുകയാ, ഞങ്ങളെ കൂട്ടുകാർ സന്തോഷിക്കുകയാ. അവരൊക്കെ പുതിയ വസ്ത്രം ധരിച്ച് പൂമ്പാറ്റകളെ പോലെ മദീനയുടെ പെരുമോനോടെ പാറിപ്പറക്കുന്നു. ഉപ്പാ ഹസനും ഹുസൈനും പുതിയ വസ്ത്രമില്ലല്ലോ ഉപ്പാ, ഹസനും ഹുസൈനും പുതിയ വസ്ത്രമില്ലല്ലോ ഉപ്പാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയാ തുടങ്ങി, അല്ലാഹുവിന്റെ റസൂല് വിഷമിക്കാൻ തുടങ്ങി. റസൂലുള്ള പറഞ്ഞു, മക്കളെ ഉപ്പയുടെ കയ്യിൽ നിങ്ങൾക്ക് വസ്ത്രം വാങ്ങാൻ പണമില്ല മക്കളെ, ഉപ്പയുടെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ വസ്ത്രമില്ല മക്കളെ. ഉടൻ തന്നെ മക്കൾ പറഞ്ഞു, ഉപ്പാ തൊട്ടടുത്ത ദിവസം താങ്കളുടെ അടുക്കലേക്ക് സംഭാവനയായി വന്ന വസ്ത്രങ്ങളിൽ ഒരു കഷണമെങ്കിലും ഹസനും ഹുസൈനും ഒന്ന് തരുമോ ഉപ്പാ? ഒരു കഷണമെങ്കിലും ഞങ്ങൾക്കൊന്ന് തരുമോ ഉപ്പാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മക്കളെ ഒരിക്കലും അങ്ങനെ പറയല്ലേ മക്കളെ. അത് മദീനയിലെ പാവങ്ങൾക്ക് വേണ്ടിയാ, അത് മദീനയിലെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടിയാ. ഉപ്പാന്റെ കയ്യിൽ പണം വരുമ്പോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പുതിയ വസ്ത്രം വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു കൊണ്ടുപോവുകയാ. ഇത്രത്തോളം കഷ്ടപ്പാടാ മഹദിയായ ഫാത്തിമത്തു സഹ്റബത്തുൽ റളിയല്ലാഹു അൻഹ അനുഭവിച്ചത് അറിയുമോ? ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലും പേരവട്ടവും വഴിയിലൂടെ കടന്നു പോകുമ്പോ ഹസനും ഹുസൈനും കാണുകയാണ്, ഹസൻ റളിയല്ലാഹു അൻഹു കാണുകയാണ്. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അവരുടെ പിതാക്കന്മാരോടൊപ്പം ഒട്ടകപ്പുറത്തിരുന്ന് രസിച്ചു പോകുന്നത് കാണുകയാ. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉപ്പാ ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഒട്ടകമുണ്ടല്ലോ, ഞങ്ങളുടെ കൂട്ടുകാർക്ക് വാഹനമുണ്ടല്ലോ, ഈ ഹസൻ ഒട്ടകമില്ലല്ലോ ഉപ്പാ, എനിക്ക് കൂടി ഒരു ഒട്ടകം തരുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മക്കളെ ആരാ പറഞ്ഞത് നിനക്ക് ഒട്ടകമില്ല എന്ന്? ആരാ പറഞ്ഞത് നിനക്ക് ഒട്ടകമില്ല എന്ന്? നിനക്കും ഒട്ടകമുണ്ട് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പിടിച്ച് തോളത്തേക്ക് നിർത്തുകയാ. അല്പം കൂടി മുന്നോട്ട് കൊല്ലുമോ? ഉടൻ തന്നെ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉപ്പാ എല്ലാ ഒട്ടകങ്ങൾക്കും കടിഞ്ഞാണുണ്ടല്ലോ, ഞങ്ങളുടെ ഒട്ടകത്തിന് കടിഞ്ഞാണില്ലല്ലോ ഉപ്പാ, എന്റെ ഒട്ടകത്തിന് കടിഞ്ഞാണില്ലല്ലോ ഉപ്പാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മക്കളെ ആരാ പറഞ്ഞത് നിങ്ങളുടെ ഒട്ടകത്തിന് കടിഞ്ഞാണില്ലെന്ന്? നിങ്ങളുടെ ഒട്ടകത്തിനും കടിഞ്ഞാണുണ്ട് മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിക്കെട്ടെടുത്തു ആ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുക്കുകയാ. റസൂലുള്ളാഹിന്റെ തോളിൽ ഇങ്ങനെ രണ്ട് കാലുമിട്ട് റസൂലുള്ളാഹിന്റെ മുടിയിൽ പിടിച്ച് ഒരൊട്ടകപ്പുറത്തിരിക്കുന്ന ആ ഒരു സന്തോഷത്തോടുകൂടി പ്രിയപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോകുമ്പോ എതിരെ ഒരു സ്വഹാബി നടന്നു വരികയാ. ആ സ്വഹാബി മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് പറഞ്ഞു, നിഅമൽ മർകബ് നിഅമൽ മർകബ് ഉറക്കത്തയാകില്ല. പൊന്നുപോലെ നിന്റെ വാഹനം എത്രയോ നല്ല വാഹനമാണടാ, ലോകത്തെ ഏറ്റവും നല്ല വാഹനത്തെ നിനക്ക് കിട്ടിയല്ലോ പൊന്നുപോലെ. ആ സ്വഹാബിയോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹോദരാ നീ എങ്ങനെ പറയുന്നു? എന്റെ മോനൊട്ടകമില്ലാത്തതിന്റെ പേരിൽ അവൻ വിഷമിച്ചിരിക്കുകയാ, എന്റെ മോന് വാഹനമില്ലാത്തതിന്റെ പേരിൽ അവൻ വിഷമിച്ചിരിക്കുകയാ. അതുകൊണ്ട് നീ അവനെ സമാധാനിപ്പിക്കുക. എന്നിട്ട് ആ ഒട്ടകം
പുറത്തിരിക്കുന്ന നീ എത്രയോ നല്ലവനെന്ന് പറഞ്ഞവനെ സന്തോഷിപ്പിക്കുക. ഇങ്ങനെയാണ് ഫാത്തിമത്തു സഹ്റത്തുവിന്റെ കുടുംബത്തെ സന്തോഷിപ്പിച്ചത്. അങ്ങനെ പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞ ഫാത്തിമ, പ്രശ്നങ്ങളുടെ നടുവിൽ കഴിയുന്ന ഫാത്തിമ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് എന്ന് ചിന്തിക്കുക. നാളെ നിനക്ക് ഫാത്തിമയോടൊപ്പം സ്വർഗത്തിൽ പോകണോ? നാളെ നിനക്ക് ഫാത്തിമയോടൊപ്പം സ്വർഗലോകം ഉല്ലസിക്കണോ? എങ്കിലല്ലാതോട് നന്ദി രേഖപ്പെടുത്തുക. പരിവട്ടത്തിൽ കഴിഞ്ഞ, പട്ടിണിയിൽ കഴിഞ്ഞ, ഫലമില്ലാതെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ ഫാത്തിമ അല്ലാഹുവോട് നന്ദി രേഖപ്പെടുത്തിയതെങ്ങനെയെന്നറിയുമോ? ഒരു ദിവസം രാത്രി ഇശാ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് മക്കളെയെല്ലാം കിടത്തുറക്കുന്നു ഫാത്തിമ. മഹാനായ അലിയാരി തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ദീനിന്റെ മാർഗത്തിൽ പുറപ്പെട്ടിരിക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പാതിരാത്രിയുടെ നിശബ്ദതയിൽ കൈയുയർത്തി കൈകെട്ടുകയാണ്, നിസ്കരിക്കുകയാണ്. നീണ്ട സൂറത്തുകളോട് നിസ്കരിക്കുകയാണ്, നീണ്ട സൂറത്തുകളോട് നിസ്കരിക്കുകയാണ്. അങ്ങനെ 2 റക്അത്ത് നിസ്കരിക്കാൻ മണിക്കൂറുകളോളം എടുക്കുന്നു ഫാത്തിമ. അവസാനം നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ കഴിയുമ്പോ അതാ മഹാനായ റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്നും സുബഹിന്റെ ബാങ്ക് കേൾക്കുന്നു ഫാത്തിമ. ഈ സമയത്ത് പട്ടിണിയിൽ കഴിയുന്ന ഫാത്തിമ, പരിവട്ടത്തിൽ കഴിയുന്ന ഫാത്തിമ, വിശപ്പ് സഹിച്ച കഴിഞ്ഞ ഫാത്തിമ, തന്റെ മക്കളുടെ വിശപ്പം നടക്കാൻ പറ്റാത്ത ഫാത്തിമ, ഫാത്തിമ അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നാഥാ, നിന്റെ അടിമയായ ഈ ഫാത്തിമ നിനക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്താൻ 2 റക്അത്ത് നിസ്കരിക്കാൻ കൈകെട്ടിയിട്ട് ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചപ്പോ എന്റെ രാത്രി എന്ന് തീർന്നു പോയോ നാഥാ, എനിക്ക് ഈ രാത്രി മതിയാകില്ല നാഥാ, എനിക്ക് നിനക്ക് നന്ദി രേഖപ്പെടുത്തണം നാഥാ എന്ന് പാതിരാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചിട്ട് രാത്രിക്ക് നീളം പോരാ എന്നല്ലാഹുവോട് പരാതി പറഞ്ഞ ഫാത്തിമ, ആ ഫാത്തിമയിലേക്ക് മടങ്ങു പെങ്ങളെ, ആ ഫാത്തിമയിലേക്ക് മടങ്ങു പെങ്ങളെ. എന്റെ ചെറുപ്പക്കാരാ, എന്റെ ശരീരത്തിന് നന്ദി രേഖപ്പെടുത്തുക. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? അല്ലാഹു നാളെ എന്നോട് എന്റെ ശരീരത്തെ പറ്റി ചോദിക്കും, അല്ലാഹു നാളെ എന്നോട് എന്റെ ശരീരത്തെ പറ്റി ചോദിക്കും. അതുകൊണ്ട് എനിക്ക് മറുപടി പറയണമെന്ന് കരുതുന്ന മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹു ഉഹുദിന്റെ തലേ ദിവസം അല്ലാഹുവോട് കൈയുയർത്തി ദുആ ചെയ്യുന്നു, അല്ലാഹു ഇർസുഖ്നി റജുലൻ ശദീദാ ഹറബുഹു ശദീദ്. പടച്ചവനെ, ത്തിലേക്ക് ഇറങ്ങുമ്പോ എനിക്ക് ശക്തനായ നല്ലതായ ആയോധ വിദ്യാഭ്യാസം നേടിയ ധീരയായ എതിരാളിയെ തരണമല്ല. അങ്ങനെ അവനെന്നെ അങ്ങ് കൊന്നുകളയുടെ നാഥ, അവനെന്നെ അങ്ങ് കൊന്നുകളയുടെ നാഥ. തീർന്നിട്ടില്ല പടച്ചവനെ അബ്ദുല്ലാഹിയുടെ ആവശ്യം. എന്നിട്ടോ പടച്ചവനെ എന്നെ തുറന്നു കളഞ്ഞിട്ട് എന്റെ കാതുകൾ അവൻ മുറിച്ചെടുക്കണമല്ല, എന്റെ മൂക്കുകൾ അവൻ മുറിച്ചെടുക്കണമല്ല, എന്റെ കണ്ണുകൾ അവൻ ചൂഴ്ന്നെടുക്കണമല്ല. എന്നിട്ട് അവർ ചരടിൽ കെട്ടിയിട്ട് ഏതെങ്കിലും ഒരു മരത്തിന്റെ ചില്ലയിൽ കെട്ടിപ്പൂട്ടണം നാഥ. എന്നിട്ട് നാളെ ഞാൻ എന്റെ മുന്നിലേക്ക് വരുമ്പോ ഫഖൂലുഹുദൻ, നീ എന്നോട് ചോദിക്കണം, യാ അബ്ദല്ലാഹ്, അല്ലയോ അബ്ദല്ലാഹ്, അല്ലയോ അബ്ദല്ലാഹ്, അല്ലയോ അബ്ദല്ലാഹ്, ഫീമ ജുബിഅ അൻഫുക വഉദുക. ഏ അബ്ദല്ലാഹ്, നിന്റെ കാതവിടെ പോയടാ, നിനക്ക് ഞാൻ കാതിടുന്നല്ലോ, നിന്റെ കാതവിടെ പോയപ്പോഴ നിനക്ക് ഞാൻ കണ്ണു തന്നല്ലോ, നിന്റെ കണ്ണവിടെ പോയപ്പോഴ നിനക്ക് ഞാൻ മൂക്ക് തന്നല്ലോ, ആ മൂക്കവിടെ പോയപ്പോഴ എന്ന് നീ എന്നോട് ചോദിക്കുമ്പോ പടച്ചവനെ എനിക്ക് പറയാൻ പറ്റണം, ഫീക വഫീ റസൂലിക, ഫീക വഫീ റസൂലിക. പടച്ചവനെ, നീ തന്നെ കണ്ണ് നിന്റെ ദീനിന് കൊടുത്തുവല്ല, നിനക്ക് വേണ്ടി നിന്റെ റസൂലിന് വേണ്ടിയും കൊടുത്തുവല്ല. എന്റെ മൂക്കും എന്റെ കാതും എന്റെ ശരീരവും എന്റെ ശരീരത്തിന്റെ ആരോഗ്യവും ആയുസ്സും നിന്റെ ദീനിന് വേണ്ടി കൊടുത്തുവല്ല. എന്റെ ചെറുപ്പക്കാരാ, അള്ളമാണ് നിന്റെ കണ്ണെവിടെ എന്ന് ചോദിക്കുമ്പോ, അള്ളമാണ് നിന്റെ ശരീരം എവിടെ എന്ന് ചോദിക്കുമ്പോ, അള്ളമാണ് നിന്റെ ആയുസ് എങ്ങനെ തീർന്നെന്ന് ചോദിക്കുമ്പോ, അല്ലാഹുവേ, നീ തന്ന അനുഗ്രഹങ്ങൾ എന്റെ ദീനിന് വേണ്ടി കൊടുത്തുവല്ല, നിന്റെ ദീനിന് വേണ്ടി കൊടുത്തുവല്ല, ദീനിന്റെ ദൗത്യത്തിന് കൊടുത്തുവല്ല.
ജമാഅത്തിന് കൊടുക്കുവല്ല, ജിഹാദിന് വേണ്ടി കൊടുക്കുവല്ല എന്നല്ലാഹുവോട് മറുപടി പറഞ്ഞ് രക്ഷപ്പെടാൻ നമുക്ക് കഴിയണം. എങ്കിലേ നമുക്ക് രക്ഷപ്പെടാം. അങ്ങനെയുള്ളവരെ പറ്റി മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഞാൻ അവസാനിപ്പിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സലാസത്തുൻ മൻ കുന്ന ഫീഹി, 3 കൂട്ടം ആളുകൾ ആരിലാ സവിശേഷതകളുണ്ടോ അവർ നാളെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് വരുമ്പോ ആവാഹുല്ലാഹു ഫീ കനഫിഹി, അള്ളാഹു അവന്റെ പാർശ്വങ്ങളിൽ അവരെ സ്വീകരിച്ചിരുത്തുകയാണ്. ചിന്തിക്കണം, അള്ളാഹ് വിളിച്ചിട്ട് അവരുടെ 2 സൈഡിൽ നിർത്തി അവർക്ക് അള്ളാഹു അഭയം കൊടുക്കുന്നു. തീർന്നോ? തീർന്നിട്ടില്ല. വസതറ അലൈഹി ബിറഹ്മതിഹി, അള്ളാഹു അവന്റെ കരുണ കൊണ്ട് അവരെ മറയ്ക്കുകയാണ്, അവർക്ക് നിഴലിട്ട് കൊടുക്കുകയാണ്. തീർന്നോ? തീർന്നിട്ടില്ല. വഅദ്ഖലഹു ഫീ മഹബ്ബതിഹി, അള്ളാഹു അവന്റെ പ്രത്യേകമായ ഇഷ്ടത്തിൽ അവരെ പ്രവേശിപ്പിക്കുകയാണ്. സഹാബാക്കൾ ചോദിച്ചു, നബി അവരാരാ? നബി അവരാരാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ ഇദാ ഉഅതിയ ശുക്ര, അല്ലാഹ് കൊടുത്ത കാര്യങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിയവരാ. അതുകൊണ്ട് നന്ദിയുള്ളവരായി മാറണം നമ്മൾ. പടച്ചവൻ തന്ന കണ്ണ്, പടച്ചവൻ തന്ന കാത്, പടച്ചവൻ തന്ന ആരോഗ്യം, പടച്ചവൻ തന്ന സമ്പാദ്യം, പടച്ചവൻ തന്ന സ്വാധീനം, പടച്ചവൻ തന്ന യൗവനം, പടച്ചവൻ തന്ന സന്താനങ്ങൾ, പടച്ചവൻ തന്ന സർവസ്വവും അല്ലാഹുവിന് വേണ്ടി മടക്കി കൊടുത്തുകൊണ്ട് ജഗന്നിയന്താവായ പടച്ചവനെ മനസ്സിലാക്കി, ഏകരക്ഷതാവിനെ മനസ്സിലാക്കി അവന് വേണ്ടി ജീവിക്കുവാൻ, അവന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ, അവന് വേണ്ടി മരണം വരിക്കുവാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല അങ്ങനെയുള്ള നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.